Good afternoon. ഓക്കെ, നമ്മള് ചാപ്റ്റർ 14 ഓപ്പറേഷൻ തിയേറ്ററിന്റെ കണ്ടിന്യൂസ് ആണ് എടുക്കുന്നത് കേട്ടോ. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ കുറച്ച് ടേബിളും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. എല്ലാവരും വായിച്ചൊക്കെ നോക്കിയെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. ഓക്കെ, എല്ലാവരും വായിച്ചൊക്കെ നോക്കിയായിരുന്നോ? ടേബിളൊക്കെ PSC ഒക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അല്ലെ? കുറെ കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് വായിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എക്സാമിന് വരുന്നതാണ് കേട്ടോ ആ ടേബിള്. അപ്പൊ അത് ഇമ്പോർട്ടന്റ് ആണെന്ന് മാർക്ക് ചെയ്ത് വെക്കണം ആ ടേബിള് കേട്ടോ. ഓക്കെ, അതിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് കണ്ടിന്യൂസ് പോവാം കേട്ടോ. ഓക്കെ, കണ്ടിന്യൂസ് പോകാം. യൂഷ്വൽ ഏരിയാസ് ഓഫ് ഡെഫിഷ്യൻസി ഇൻ OTs. അതായത് നമ്മളിപ്പോ ഓപ്പറേഷൻ തിയേറ്ററിന്റെ ധാരാളം കാര്യങ്ങൾ പറഞ്ഞല്ലേ. ഓക്കെ, അതായത് അതിന് വേണ്ടിയിട്ടുള്ള, അതായത് ഒരു ഓപ്പറേഷൻ റൂം ആകുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ വേണം, നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ ഇവിടെ പറയാൻ പോകുന്നത് എന്തൊക്കെ ഡെഫിഷ്യൻസി ആണ്, എന്തൊക്കെ അപാകതകൾ, എന്തൊക്കെ കുറവുകളാണ് ഓപ്പറേഷൻ തിയേറ്ററിന് ഉള്ളത്. അതാണ് നമ്മള് ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. ഓപ്പറേഷൻ തിയേറ്ററിനുള്ള കുറവുകൾ, ഡെഫിഷ്യൻസി എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. ഓക്കെ, ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. അതായത് ലീവായി പോകാതിരിക്കാൻ പരമാവധി ശ്രദ്ധിക്കുക. എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞ് നിങ്ങൾ പൊയ്ക്കഴിഞ്ഞാല് നിങ്ങൾ വീണ്ടും റീജോയിൻ ചെയ്യുമ്പോൾ വീണ്ടും ചോദിക്കും എന്താ ഇത് മനസ്സിലായില്ല എന്നേ നിങ്ങൾ പറയുള്ളൂ. അപ്പൊ കഴിവതും എന്ത് ചെയ്യാം, ലീവ് ചെയ്ത് പോവാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം. ഓക്കെ, അപ്പൊ നമ്പർ 1 ആദ്യത്തെ ഡെഫിഷ്യൻസി എന്ന് പറയുന്നത് നോ റിസപ്ഷൻ ഏരിയ. ഓക്കെ, നോ റിസപ്ഷൻ ഏരിയ, അതായത് റിസപ്ഷൻ ഏരിയ ഇല്ലാത്തത് ഒരു ഡെഫിഷ്യൻസി ആയിട്ട് നമുക്ക് പറയാം. ഓക്കെ, അതായത് നമ്മളിപ്പോ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ എന്താണ് നമ്മൾ ആദ്യം തന്നെ കാണുന്നത് വലിയൊരു റിസപ്ഷൻ ഏരിയ അല്ലേ. ഓക്കെ, ധാരാളം ആളുകൾ എന്ത് ചെയ്യുന്നുണ്ടാവും, അവിടെ വർക്ക് ചെയ്യുന്നുണ്ടാവും അല്ലെ. അവരെ പല കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടുണ്ടാവും. ഓരോരോ ഡെസ്കുകൾ ഉണ്ടാവും റിസപ്ഷനിൽ. അപ്പൊ നമുക്കിപ്പോ ഏതെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ അവിടെ ചെല്ലുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഇരിക്കുന്ന ആ ഒരു വ്യക്തിയെ നമുക്ക് കണ്ടിട്ട് എന്ത് ചെയ്യാം, നമുക്ക് സഹായം ചോദിക്കാം അല്ലെ. പക്ഷേ ആ ഒരു കാര്യം നമുക്ക് ഓപ്പറേഷൻ തിയേറ്ററിന്റെ അവിടെ കാണാനായിട്ട് സാധിക്കില്ല. റിസപ്ഷൻ ഉണ്ടെന്ന് നമുക്ക് പറയാം, റൂമായിട്ട് ഉണ്ടെന്ന് നമുക്ക് പറയാം. അവിടെ ഒരു വ്യക്തി ഉണ്ടാവും. ആ വ്യക്തിയെയാണ് നമ്മുടെ ID കാണിച്ചിട്ട് നമ്മൾ ഓപ്പറേഷൻ തിയേറ്ററിൽ എൻ്റർ ചെയ്യാൻ. ഏതൊക്കെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, പക്ഷെ ഇങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിൽ കാണുന്ന തരത്തിലൊരു റിസപ്ഷൻ ഏരിയ എവിടെ ഉണ്ടാവില്ല, അല്ല ഈ ഒരു ഓപ്പറേഷൻ തിയേറ്ററിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല. അതാണ് അവിടെ, അതായത് വ്യക്തമായിട്ടുള്ള കാര്യങ്ങളും നിർദ്ദേശങ്ങളും തരാനായിട്ടുള്ള ഒരു പർട്ടിക്കുലർ വ്യക്തികള് അവിടെ ഉണ്ടായിരിക്കുന്നതല്ല. രോഗികൾക്ക് ഇൻഫോർമേഷൻസും മറ്റും പാസ് ചെയ്യാനായിട്ട് കേട്ടോ. അതാണ് അവിടെ റിസപ്ഷൻ ഏരിയ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോ റിസപ്ഷൻ ഏരിയ എന്ന് പറയുന്ന ആ ഒരു ഏരിയ നമുക്ക് സ്പെസിഫൈ ചെയ്ത് കാണാനായിട്ട് സാധിക്കില്ല. ഓക്കെ, ഇനി രണ്ടാമത്തേത് നോ സെപ്പറേറ്റ് റൂംസ്. ഓക്കെ, സെപ്പറേറ്റ് ആയിട്ടുള്ള റൂംസ് ഉണ്ടാവില്ല. ഓരോരുത്തർക്കും ഓരോ റൂമുകൾ ഉണ്ടായിരിക്കില്ല. ഇവിടെ പ്രത്യേകം എടുത്തു പറയുന്നുണ്ട് ആർക്കൊക്കെയാണ് ആ റൂമുകൾ ഇല്ലാത്തതെന്ന് കേട്ടോ. സർജൻസിന്, ഓക്കെ, ഓപ്പറേഷൻ കണ്ടക്ട് ചെയ്യുന്ന സർജൻസിന് പ്രത്യേകമായിട്ടുള്ള ഒരു റൂം ഉണ്ടാവില്ല. അതുപോലെ തന്നെ അനസ്തോളജിസ്റ്റ്, അനസ്തേഷ്യ കൊടുക്കുന്ന ഡോക്ടർക്ക് പ്രത്യേകമായിട്ടുള്ള ഒരു റൂം ഉണ്ടായിരിക്കില്ല. ഇനി ജൂനിയർ ഡോക്ടർ, ഓക്കെ, അതായത് ഓപ്പറേഷനൊക്കെ കണ്ടക്ട് ചെയ്യാൻ സർജന്മാരെ സഹായിക്കുന്ന ജൂനിയർ ഡോക്ടേഴ്സ് ഉണ്ടല്ലോ. അപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളൊക്കെ ഇതിനകത്ത് വരുന്നതാണ്. അവരൊക്കെ എന്താണ് BBS ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന, അതായത് ഈ പോസ്റ്റ് ഗ്രാജുവേറ്റ് PG ഒക്കെ എടുക്കുന്ന മെഡിക്കൽ സ്റ്റുഡൻസ് ഉണ്ട്. അവർക്കൊക്കെ എന്താണ് പ്രത്യേക റൂമുകൾ ഉണ്ടായിരിക്കില്ല. അതുപോലെ തന്നെ OT അറ്റൻഡൻസ്, അതായത് OTയില് സഹായിക്കുന്ന അവരെ, അതായത് രോഗികളൊക്കെ ഷിഫ്റ്റ് ചെയ്യാനും ഡോക്ടർക്കും നഴ്സുമാർക്കും വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് ഹെൽപ്പ് ചെയ്യാനുള്ള OT അറ്റൻഡേഴ്സിനുള്ള റൂമുകളൊന്നും തന്നെ ഓപ്പറേഷൻ തിയേറ്ററുകൾ ഉണ്ടായിരിക്കില്ല. അപ്പൊ ഒരുവിധം എല്ലാവരും തന്നെ കോമൺ ആയിട്ടുള്ള റൂംസിൽ കയറിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഡ്രസ്സുകളും മറ്റും ചേഞ്ച് ചെയ്യുന്നതും അതുപോലെ തന്നെ കുറച്ചു നേരം റെസ്റ്റ് എടുക്കുന്നതും ഒക്കെ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇവർക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ള റൂം വേണമെന്നാണ് പറയുന്നത്. പക്ഷെ
ഇത് പ്രധാനപ്പെട്ട ഒരു ഡെഫിഷ്യൻസി എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു പ്രത്യേകം ആളുകൾക്ക് അവിടെ വരുന്ന ഓപ്പറേഷൻ തിയേറ്റർ കൈകാര്യം ചെയ്യുന്ന വ്യക്തികൾക്ക് ഇങ്ങനെയുള്ള പ്രത്യേക റൂം ഇല്ല എന്നത് തന്നെയാണ്. ഓക്കെ, നെക്സ്റ്റ് നോട്ട് തേർഡ് പോയിന്റ് ആണ് കേട്ടോ പറയുന്നത്. നോട്ട് ഇനഫ് നമ്പർ ഓഫ് ചേഞ്ച് റൂം ഫോർ ഡിഫറെന്റ് ക്ലാസ് ഓഫ് പീപ്പിൾ. അതുപോലെ തന്നെ അതായത് പല ടൈപ്പ് ആളുകൾ വരുന്നുണ്ട് അല്ലെ, പല തരത്തിലുള്ള രോഗികൾ വരുന്നുണ്ട്. നമുക്കറിയാലോ ഡിഫറെന്റ് ആയിട്ടുള്ള കണ്ടീഷനുകളായിരിക്കും ഓരോ രോഗികളും ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് വരുന്നത്. അപ്പൊ ഇവർക്കൊക്കെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനായിട്ടുള്ള സൗകര്യം അങ്ങനെയുള്ള ഒരു റൂം എവിടെ ഇല്ല, ഓപ്പറേഷൻ തിയേറ്ററിൽ. ഓക്കെ, എല്ലാവർക്കും എല്ലാ രോഗികൾക്കും കോമൺ ആയിട്ടുള്ള റൂംസ് ആണ് ഉണ്ടായിരിക്കുക. ചിലപ്പോൾ തീരെ നടക്കാൻ പറ്റാത്തവരുണ്ടാകാം, അല്ലെങ്കിൽ എന്താ പറയാ നടന്നു വരുന്ന രോഗികൾ ഉണ്ടാവാം. ഇവർ തമ്മിൽ എന്താണ് ഡിഫറൻസ് ഉണ്ട് അല്ലെ. ഇവർക്ക് രണ്ടു പേർക്കും എന്താണ് രണ്ട് ടൈപ്പ് റൂം ആയിരിക്കും വേണ്ടി വരിക. ഓക്കെ, ചിലപ്പോ ഒന്ന് നമുക്ക് നടക്കാൻ പറ്റാത്ത പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ അവർക്കൊന്ന് ഹെൽപ്പ് ചെയ്യാൻ അവിടെയുള്ള എന്താ പറയാ ഇപ്പോ നമ്മളൊരു സ്ട്രെച്ചറിന്റെ സഹായത്തോടെയോ അല്ലെങ്കിൽ വീൽ ചെയറിന്റെ സഹായത്തോടെയൊക്കെ ആയിരിക്കും രോഗികളെ കൊണ്ടുവരുന്നത്. അപ്പൊ അതിനുള്ള അറേഞ്ച്മെന്റ്സ് ഒക്കെ ഇവിടെ ചെയ്തിരിക്കണം, ആ റൂമിൽ ചെയ്തിരിക്കണം. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇല്ലാതിരിക്കുക. എല്ലാ പേഷ്യൻസിനും കോമൺ ആയിട്ട് റൂമുകള് ഉള്ളൂ. ഓക്കെ, അപ്പൊ അത് ഒരു ഡെഫിഷ്യൻസി ആയിട്ട് പറയുന്നുണ്ട്. Next is inappropriate size and type of ഡോറുകൾ. ഓക്കെ, അതായത് ഇൻഅപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള മീൻസ് അവിടെയുള്ള ഓപ്പറേഷൻ തിയേറ്ററിന്റെ വാതിലുകളും അതുപോലെ തന്നെ ജനാലകളും ഒക്കെ എന്താണ് പ്രോപ്പർ ആയിട്ടുള്ള സൈസ് ഇല്ലാതിരിക്കുക. ഇപ്പൊ രോഗികളൊക്കെ ഞാൻ പറയട്ടെ, ഇപ്പൊ ചേഞ്ചിങ് റൂം ഒക്കെ ആണെങ്കിൽ ആ ഒരു നമ്മൾ ചിലപ്പോൾ ചില ഹോസ്പിറ്റലൊക്കെ കണ്ടിട്ടുണ്ടാകും, ചിലതിന് ഡോറുകൾ ഉണ്ടായിരിക്കില്ല, അല്ലെങ്കിൽ സൈസ് അതിന്റെ കുറവായിരിക്കുള്ളൂ. ചിലപ്പോൾ ഒരു കർട്ടൻ വെച്ചിട്ടായിരിക്കും അത് മറച്ചിട്ടുണ്ടാവുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഹോസ്പിറ്റലിൽ യൂഷ്വലി കാണാറുള്ളതാണ്. അപ്പൊ അതെന്താണ് ഒരു ഡെഫിഷ്യൻസി ആയിട്ട് പറയുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് lack of laminar flow and mandatory air exchange system in OT. ഓക്കെ, അതായത് ഞാൻ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നല്ല രീതിയിലുള്ള ബ്രില്യന്റ് ആയിട്ടുള്ള ഇലുമിനേഷൻ എവിടെ വേണം, ഓപ്പറേഷൻ തിയേറ്ററിൽ നമുക്ക് ആവശ്യമാണ് അല്ലെ. പക്ഷെ അങ്ങനത്തെ അതായത് ആ ഒരു എന്താ പറയുക നല്ലൊരു ലൈറ്റനിങ്ങും സംവിധാനങ്ങളും ഇല്ലാതിരിക്കുന്നത് എന്താണ് OT-യിലെ ഒരു ഡെഫിഷ്യൻസി ആയിട്ട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ എയർ കണ്ടീഷനിങ് ചെയ്യാത്ത റൂമുകള് ചില ഓപ്പറേഷൻ തിയേറ്ററിൽ ഉണ്ടാവാറുണ്ട്. അതും എന്ത് തന്നെയാണ് കുറവായിട്ട് പറയുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ലാക്ക് ഓഫ് സ്റ്റാൻഡേർഡ് OT പ്രോട്ടോകോൾ. അതായത് ഞാൻ പറഞ്ഞു ഒരു എന്താ പറയാ പ്രത്യേക രീതിയിലുള്ള റൂൾസ് ആൻഡ് പ്രൊസീജിയേഴ്സ് ആയിരിക്കും നമ്മൾ ഓപ്പറേഷൻ തിയേറ്ററിൽ ഫോളോ ചെയ്യുക. ഓക്കെ, ഒരു പ്രത്യേക രീതിയിലുള്ള പോളിസികളൊക്കെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടാകും. അതിന്റെ കുറവുകൾ ഉണ്ടാവുക, അതായത് ഇപ്പോ ആൾക്കാര് രോഗികളൊക്കെ വന്നിട്ട് പെട്ടെന്ന് തന്നെ ഓപ്പറേഷൻ കഴിഞ്ഞ് രോഗികളെ കാണാനായിട്ട് എൻറ്റർ ചെയ്യുക, അതുപോലെ തന്നെ ID കാണിക്കാതിരിക്കുക, സ്ക്രബ് റൂം ഉപയോഗിക്കാതെ എന്താ പറയാ പ്രോപ്പർ ആയിട്ട് ഒരു പ്രിവെൻഷൻ മെത്തേഡും എടുക്കാതെ അവർ ചെന്ന് കാണുക, അതൊക്കെ എന്താണ് പ്രോട്ടോകോളിനെതിരായിട്ട് വരുന്നതാണ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളും ചെയ്യുന്ന ഇതെന്താണ് ഈ ഒരു ഡെഫിഷ്യൻസി ആയിട്ട് നമ്മൾ പറയുന്നത്. നെക്സ്റ്റ് ഈസ് നോ സെപ്പറേറ്റ് സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ TSSCUവിന്റെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. അതുപോലെ തന്നെയുള്ളതാണെന്ത് CSSD എന്ന് പറയുന്നത്. TSSCU എന്ന് പറയുന്നത് ഓപ്പറേഷൻ തിയേറ്ററിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളും സേവനങ്ങളും എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ആ ഒരു യൂണിറ്റ് എന്ന് പറയുന്നത്. എന്നാൽ CSSD എന്ന് പറയുന്നത് ഹോസ്പിറ്റലിന് ആ ഒരു ഹോസ്പിറ്റലിന് മൊത്തമായിട്ട് എന്ത് കൊടുക്കുകയാണ്, ഈ ഒരു സപ്ലൈസ് അല്ലെങ്കിൽ എന്താ പറയാ മെഷീനറീസും കാര്യങ്ങളൊക്കെ സപ്ലൈ ചെയ്യുന്ന യൂണിറ്റ് ആണ് CSSD. ഇത് ഇല്ലാത്തത്, അതായത് ഒരു ഹോസ്പിറ്റലിന് ഇങ്ങനെയുള്ള ഒരു യൂണിറ്റ് ഇല്ലാത്തത് എന്തിന്റെ ഡെഫിഷ്യൻസിയാ, ഓപ്പറേഷൻ തിയേറ്ററിൽ അല്ലെങ്കിൽ ആ ഒരു ഇതിന്റെ ഡെഫിഷ്യൻസി ആയിട്ട് നമ്മൾക്ക് കാണാനായിട്ട് പറ്റും. ഓപ്പറേഷൻ തിയേറ്ററിന് TSSCU എന്ന് പറയുന്ന യൂണിറ്റ് ഉണ്ട്, പക്ഷെ ആ ഹോസ്പിറ്റലിൽ ആകമാനം ഇങ്ങനെയൊരു അതായത് സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ യൂണിറ്റ് ഇല്ലാത്തത് എന്താ പറയാ ഒരു ഡെഫിഷ്യൻസി ആയിട്ട് കണ്ടുവരാറുണ്ട്. നെക്സ്റ്റ് ഈസ് വെയിറ്റിംഗ് ഏരിയ റിക്കവറി. അതിനകത്ത് നോട്ട് വെൽ എക്യുപ്ഡ് പറയുന്നുണ്ട്, ലാക്ക് ഓഫ് ബേസിക് ഫെസിലിറ്റീസും പറയുന്നുണ്ട്. നമ്മുടെ വെയിറ്റിംഗ് ഏരിയ ഒക്കെ ഉണ്ടല്ലോ, ഓപ്പറേഷൻ റൂമിന് മുമ്പിലുള്ള വെയിറ്റിംഗ് ഏരിയ നല്ല രീതിയിൽ എന്താ പറയാ എക്യുപ്മെന്റുകൾ ഇല്ലാത്തതും അതുപോലെ തന്നെ ബേസിക് ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യാത്തതുമാണ് ചില സ്ഥലങ്ങളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പൊ ഇതൊക്കെ എന്താണ് ഓപ്പറേഷൻ തിയേറ്ററിന്റെ യൂഷ്വൽ ആയിട്ടുള്ള ഡെഫിഷ്യൻസിയിൽ വരുന്നതാണ് കേട്ടോ.
ഫസ്റ്റ് ഞാൻ പറഞ്ഞു നോ റിസപ്ഷൻ ഏരിയ ഇല്ലാത്തത്. സെക്കൻഡ് വൺ, സെപ്പറേറ്റ് റൂംസ് ചില ആളുകൾക്ക് അവിടെ കൊടുക്കുന്നില്ല. അത് സർജൻസിനുണ്ട്, അനസ്റ്റിയോളജിസ്റ്റിനുണ്ട്, അതുപോലെ ജൂനിയർ ഡോക്ടർ, OT അറ്റൻഡൻസ്. നെക്സ്റ്റ് ഈസ് എന്താ പറയാ, അതായത് പലതരത്തിലുള്ള ആളുകളുണ്ട്. ആ ആളുകൾക്ക് എന്താ പറയാ ചേഞ്ചിങ് റൂമുകൾ ഇല്ലാത്തത്. അതുപോലെ തന്നെ സൈസ് ആൻഡ് ഡോർസ്, അതായത് വാതിലുകളുടെയൊക്കെ എന്താ പറയാ, വാതിലൊക്കെ ശരിയായ സൈസിൽ ഇല്ലാത്തതും, അതുപോലെ ചില സ്ഥലത്ത് ചില ഓപ്പറേഷൻ റൂമിലൊക്കെ നമ്മൾ ചെല്ലുമ്പോൾ അതിന്റെ ഏരിയയോടനുബന്ധിച്ച് ചില റൂമുകൾക്ക് എന്താ കർട്ടന്റെ സഹായത്തോടു കൂടി മാത്രമാണ് നിലനിൽക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ളതൊക്കെ എന്താണ് ഒരു ഡെഫിഷ്യൻസി ആയിട്ട് നമുക്ക് കണക്കാക്കാം. അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള ലൈറ്റനിങ് ഇല്ലാത്തത്, പിന്നെ OT പ്രോട്ടോകോൾ പാലിക്കാത്തത്, അതുപോലെ CSB എന്ന് പറയുന്ന യൂണിറ്റ് ഇല്ലാത്തത്, ഇതൊക്കെ എന്താണ് പ്രത്യേകമായിട്ടും വരുന്ന ഡെഫിഷ്യൻസീസ് ആണ്. ഓക്കെ, ഒന്ന് വായിച്ചു വെക്കാൻ മനസ്സിലാവും കേട്ടോ. ഓക്കെ, ക്ലിയർ ആണോ? മനസ്സിലായോ നിങ്ങൾക്ക്? ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ടൈപ്സ് ഓഫ് ഓപ്പറേഷൻ തിയേറ്റർ പോവാം കേട്ടോ. ഓക്കെ, ടൈപ്സ് ഓഫ് ഓപ്പറേഷൻ തിയേറ്റർ. ഫസ്റ്റ് വൺ ഈസ് മോഡുലാർ OT. മോഡുലാർ OT എന്ന് പറയുന്നത് നമുക്കറിയാം അല്ലെ, ആധുനിക രീതിയിലുള്ള ഓപ്പറേഷൻ തിയേറ്റർ ആണ് എന്ത് മോഡുലാർ OT എന്ന് പറയുന്നത്. അതിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നമ്മൾ താഴെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഫസ്റ്റ് വൺ പറയുന്നുണ്ട്, pre-fabricated modular OT is a finished steel structure with a jointless sterile coating that provides a high quality finish. These OTs provides the benefit of, okay, അതായത് മോഡുലാർ OT എന്ന് പറയുന്നത് ഒരു സ്റ്റീൽ സ്ട്രക്ചർ ആയിട്ടുള്ള ഒരു എന്താ പറയാ ഓപ്പറേഷൻ തിയേറ്റർ, അല്ലെങ്കിൽ പറയാ ഒരു എന്ന് പറയുന്നത് സ്റ്റീൽ സ്ട്രക്ചർ ആണ്. അത് നിങ്ങൾ ആദ്യം മൈൻഡിൽ ഒന്ന് ഇമാജിൻ ചെയ്യുക. സ്റ്റീൽ സ്ട്രക്ചർ ആയിരിക്കും, അതുപോലെ തന്നെ ജോയിന്റ് ഒക്കെ ലെസ് ആയിട്ടായിരിക്കും ഉണ്ടായിരിക്കുക. നമ്മൾ പറയില്ല എക്സ്റ്റെൻഡഡ് ആയിട്ടുള്ള, അതായത് വളരെ വിശാലമായിട്ടുള്ള ഒരു എന്താ പറയാ അറ്റ്മോസ്ഫിയർ ആയിരിക്കും ഓപ്പറേഷൻ തിയേറ്ററിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാവുക. ഓക്കെ, അതിന്റെ ജോയിന്റ് എന്നൊക്കെ പറയുന്നത് വേറെ ഒന്ന് നമുക്ക് ഫിക്സ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഇപ്പൊ നമ്മൾ ഡ്രസ് വർക്ക് ഒക്കെ ചെയ്യുമ്പോൾ എങ്ങനെയാ, നമ്മള് വീടിന്റെ മുകളിൽ ഡ്രസ് വർക്ക് ഒക്കെ ചെയ്യില്ലേ, അതിന്റെ മുകളിൽ നമ്മൾ വേറെ എന്തെങ്കിലും ചെയ്യുമോ? അതിന്റെ മുകളിൽ ഇല്ലല്ലോ, ഒരിക്കലും ഇല്ലല്ലോ. എന്തെങ്കിലും ചെയ്യാം, നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം. പക്ഷെ ഇവിടെ നമുക്ക് അങ്ങനെ പറ്റില്ല. ഓക്കെ, ജോയിന്റുകളൊക്കെ ലെസ് ആയിരിക്കുള്ളൂ ഓപ്പറേഷൻ ഈ മോഡുലാർ OTയിൽ. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്. അതുപോലെ തന്നെ സ്റ്റീൽ സ്ട്രക്ചറിലായിരിക്കും ഈ ഒരു OT മോഡുലാർ OT ഉണ്ടാവുക. അതുപോലെ തന്നെ നല്ല ഫിനിഷിങ്ങിലായിരിക്കും ആ ഒരു പണി ചെയ്തിട്ടുണ്ടാവുക. ആ ഒരു ഓപ്പറേഷൻ തിയേറ്ററിന്റെ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് ഹൈ ക്വാളിറ്റി ഫിനിഷിലായിരിക്കും ചെയ്തിട്ടുണ്ടാവുക. മൂന്ന് പ്രധാന പോയിന്റ്സ് ആണ് ഇതിനോടനുബന്ധിച്ച് വരുന്നത്. ഒന്ന്, മോഡുലാർ OTയുടെ പ്രത്യേകത ചോദിച്ചാല് സ്റ്റീൽ സ്ട്രക്ചർ ആയിരിക്കുള്ളൂ, ജോയിന്റ് ലെസ് ആയിരിക്കുള്ളൂ, അതുപോലെ തന്നെ അതിന്റെ കോട്ടിങ്ങുകളും കാര്യങ്ങളൊക്കെ ഹൈ ക്വാളിറ്റി ഫിനിഷിലായിരിക്കും ഉണ്ടായിരിക്കുക. ഓക്കെ, ഇനി നിങ്ങൾ പോയിന്റുകൾ ഒന്ന് വായിച്ചേ, ജസ്റ്റ് ഒന്ന് 2 മിനിറ്റ് ആ മൈൻഡിൽ ഒന്ന് റീഡ് ചെയ്തേ. എന്തൊക്കെയാണോ ഈ ഒരു മോഡുലാർ OTയുടെ ബെനിഫിറ്റ് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ലെസ് എന്ന് പറഞ്ഞാൽ കുറവാണ്, ജോയിന്റുകളൊക്കെ കുറവെന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, ഫസ്റ്റ് പോയിന്റ് എന്തൊക്കെയാണ് മോഡുലാർ OTയുടെ ബെനിഫിറ്റ്സ് എന്ന് നോക്കാം. റാപ്പിഡ് കൺസ്ട്രക്ഷൻ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം കേട്ടോ. റാപ്പിഡ് കൺസ്ട്രക്ഷൻ, അതായത് ദ്രുതഗതിയിലുള്ള നിർമ്മാണമായിരിക്കും മോഡുലാർ OTയുടെ. പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യാം, നമുക്ക് ഇത് കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, മറ്റുള്ളതിനെ അപേക്ഷിച്ച് എന്താണ്, പെട്ടെന്ന് ഈ ഒരു മോഡുലാർ ഓപ്പറേഷൻ തിയേറ്ററിന്റെ നിർമ്മാണം നടക്കും എന്നാണ് ഇവിടെ പറയുന്നത്. സെക്കൻഡ് പോയിന്റ്, പ്രിവെൻഷൻ ഓഫ് കണ്ടാമിനേഷൻ ബിൽഡപ്പ്.
മലിനീകരണം തടയാനുള്ള, അതായത് കണ്ടാമിനേഷൻ, ആ ഒരു എന്താ പറയാ മലിനമായത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തടയാനുള്ള, മലിനീകരണം തടയാനുള്ള പ്രിവെൻഷൻ മെത്തേഡുകള് ഇതിന്റെ കൂട്ടത്തിൽ തന്നെ എന്ത് ചെയ്യും, അവര് കൺസ്ട്രക്ട് ചെയ്യും. ഓക്കെ, ഈ മോഡുലാർ റൂട്ട് നിർമ്മിക്കുമ്പോൾ തന്നെ എന്താണ്, കണ്ടാമിനേഷൻ പ്രിവെന്റ് ചെയ്യാനുള്ള എല്ലാ തരം മെത്തേഡ്സുകളും അവരതിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ടാകും. ഓക്കെ, നമ്മുടെ വീടൊക്കെ പണിയുമ്പോ നമ്മള് വേസ്റ്റ് എന്താ പറയാ, വേസ്റ്റ് ആ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യില്ലേ? ഓക്കെ, നമ്മുടെ വേസ്റ്റ് കാര്യങ്ങളൊക്കെ എവിടെയെങ്കിലും എന്താണ് ഡെപ്പോസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് നല്ല രീതിയിൽ എന്താണ് എന്താ പറയാ അധികം എന്താ വേസ്റ്റേജും കാര്യങ്ങളൊക്കെ വരാത്ത രീതിയിൽ പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യും അല്ലെ? അതുപോലെ തന്നെയാണ് ഇവിടെ ഈ മോഡുലാർ റൂട്ട് നിർമ്മിക്കുമ്പോഴും ഈ ഒരു മലിനീകരണം തടയാൻ വേണ്ടിയിട്ടുള്ള മെത്തേഡുകൾ അവിടെ യൂസ് ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് ലോങ് ഡ്യൂറബിലിറ്റി. ഓക്കെ, അതായത് നീണ്ട ഈട്, വളരെ കാലം നീണ്ടു നിൽക്കും. മീൻസ് വളരെ കാലം, അതായത് നല്ല ഈടുള്ള കെട്ടിടം എന്നൊക്കെ നമ്മൾ പറയില്ലേ വീടൊക്കെ പണിയുമ്പോ, അതുപോലെ തന്നെ ഈ മോഡുലാർ റൂട്ട് എന്ന് പറയുന്നത് വളരെ കാലം കെട്ടുറപ്പുള്ള അല്ലെങ്കിൽ വളരെ കാലം നീണ്ടു നിൽക്കുന്ന ഒരു ബിൽഡിംഗ് അല്ലെങ്കിൽ റൂം തന്നെയാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഓക്കെ, നെക്സ്റ്റ് ഈസ് സ്ട്രോങ് ആൻഡ് ഫ്ലെക്സിബിൾ ഫോർ ഫ്യൂച്ചർ എക്സ്പാൻഷൻ. ഓക്കെ, അതായത് വീണ്ടും എക്സ്റ്റൻഷൻ നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. അതായത് എന്തെങ്കിലും നമ്മളിപ്പോ ഈ ഒരു മോഡുലാർ റൂട്ടിൽ പണി കഴിപ്പിച്ചു കഴിഞ്ഞാല് അതിന്റെ ഇതില് എന്തെങ്കിലും നമുക്ക് ചെയ്യാം. അതായത് പുതുതായിട്ട് എന്തെങ്കിലും നമുക്ക് അതിനകത്ത് അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്യണമോ, എന്തെങ്കിലും വീണ്ടും എന്തെങ്കിലും അതിന് എക്സ്റ്റൻഷൻ വേണമെങ്കിൽ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഫിഫ്ത് വൺ ഈസ് ഓഫ് മെയിൻ്റനൻസ്. ഓക്കെ, അതായത് നമുക്ക് ഈസി ആയിട്ട് അറ്റകുറ്റപ്പണികൾ ചെയ്യാം ഇതിനകത്ത്. ഓക്കെ, ഇപ്പൊ എന്തെങ്കിലും കേടുപാടുകളോ അല്ലെങ്കിൽ ഫർദർ എന്തെങ്കിലും ഫർണിഷിങ്ങോ വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ നമുക്ക് മെയിൻ്റനൻസ് വർക്കുകൾ ഇതിനകത്ത് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, സിക്സ്ത് ഇൻസ്റ്റാളേഷൻ ആൻഡ് സപ്പോർട്ട് എക്യുപ്മെന്റ്. അതുപോലെ തന്നെ ഉപകരണങ്ങൾ നമുക്ക് ഇതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്യാം. കൺസ്ട്രക്ട് ചെയ്യുന്ന ആ വേളയിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഉപകരണങ്ങൾ, അതായത് ആ ഒരു ഓപ്പറേഷൻ തിയേറ്ററിന് വേണ്ടിയിട്ടുള്ള എക്യുപ്മെന്റ്സ് നമുക്ക് അതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് ഈസ് പ്രൊവിഷൻ ഓഫ് ഓപ്പണിംഗ് നീഡഡ് ഫോർ ദ ഇൻസ്റ്റാളേഷൻ വിത്തൗട്ട് എഫക്റ്റിംഗ് ഹാർഡ്നെസ് ഓഫ് സ്ട്രക്ചർ. അതായത് ഘടനയുടെ, അതായത് ആ ഒരു റൂം അല്ലെങ്കിൽ ആ ഒരു ബിൽഡിങ്ങിന്റെ കെട്ടുറപ്പിനെ അഫക്ട് ചെയ്യാത്ത രീതിയിലുള്ള നിർമ്മാണമായിരിക്കണം ഇതിന് ഉണ്ടായിരിക്കേണ്ടതെന്നാണ് പറയുന്നത് കേട്ടോ. നല്ല രീതിയിൽ എന്താ പറയാ നീണ്ടു നിൽക്കണം, അല്ലെങ്കിൽ എന്താ പറയാ നല്ലൊരു സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരു റൂം ആയിരിക്കണം, അല്ലെങ്കിൽ ഒരു ഓപ്പറേഷൻ തിയേറ്റർ ആയിരിക്കണം ഈ ഒരു മോഡുലാർ OT എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ മോഡുലാർ OT എന്ന് പറഞ്ഞാല് സ്റ്റീൽ സ്ട്രക്ചർ ആണ്, ജോയിന്റ്ലെസ് ആണ്, സ്റ്റെറൈൽ കോട്ടിംഗ്, അതുപോലെ തന്നെ ഹൈ ക്വാളിറ്റി ഫിനിഷ് തരുന്ന ഒന്നാണ് മോഡുലാർ OT. ഓക്കെ, സ്റ്റെറൈൽ ചെയ്തിരിക്കണം എന്ന് പറയാൻ അറിയാലോ, അണുവിമുക്തമാക്കിയിരിക്കണം അവിടെ. ഓക്കെ, ഇനി താഴെ തന്നിരിക്കുന്നതാണ് അതിന്റെ പോയിന്റ്സ് എന്ന് പറയുന്നത്. റാപ്പിഡ് കൺസ്ട്രക്ഷൻ, പ്രിവെൻഷൻ ഓഫ് കണ്ടാമിനേഷൻ, ബിൽഡപ്പ്. റാപ്പിഡ് കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാല് വളരെ വേഗം എന്ത് ചെയ്യാം, നമുക്ക് പണി കഴിപ്പിക്കാം. അതുപോലെ തന്നെ പ്രിവെൻഷൻ ഓഫ് കണ്ടാമിനേഷൻ എന്ന് പറഞ്ഞാല് പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യാം, അത് മലിനീകരണം തടയാനുള്ള പ്രിവെൻഷൻ മെത്തേഡ് നമുക്ക് യൂസ് ചെയ്യാം. ലോങ് ഡ്യൂറബിലിറ്റി, നീണ്ട കാലത്തെ ഈടാണ് നമുക്കിത് തരുന്നത്. ഓക്കെ, അതുപോലെ തന്നെ സ്ട്രോങ് ആൻഡ് ഫ്ലെക്സിബിൾ ഫോർ ഫ്യൂച്ചർ എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാല് ഈ ഒരു വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം, എക്സ്റ്റൻഷൻ നമുക്ക് ആവശ്യമെങ്കിൽ ചെയ്യാം. പിന്നെ അറ്റകുറ്റപ്പണികൾ നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. അതുപോലെ തന്നെ എക്യുപ്മെന്റ്സുകൾ എന്ത് ചെയ്യാം, ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ കെട്ടുറപ്പ് നല്ല രീതിയിൽ എന്ത് ചെയ്യണം, സ്ട്രോങ് ആക്കിയിരിക്കുന്ന ഒരു മെത്തേഡാണ് എന്ത് ചെയ്യുന്നത് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, മോഡുലാർ OTയുടെ പ്രത്യേകതകൾ മനസ്സിലായോ? ഓക്കെ, നമ്മൾ ടൈപ്സ് ഓഫ് ഓപ്പറേഷൻ തിയേറ്റർ ആണ് പറയുന്നത് കേട്ടോ. ആദ്യത്തേതാണ് മോഡുലാർ OT ഞാൻ പറഞ്ഞത്. ഓക്കെ, അത് അങ്ങനെ തന്നെ എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക കേട്ടോ. ഓക്കെ, അതിനകത്തുള്ള വേർഡ്സും കാര്യങ്ങളും അങ്ങനെ തന്നെ പഠിച്ചു വെച്ച് പോകാനായിട്ട് നോക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങള് ഈ ഒരു ഷോർട്ടർ പോയിന്റിൽ തരുന്ന കാര്യങ്ങൾ അങ്ങനെ തന്നെ പഠിച്ചു വെക്കാനായിട്ട് നോക്കുക. നെക്സ്റ്റ് ഇന്റഗ്രേറ്റഡ് OP. നമുക്ക് നോക്കാം എന്താണ് ഇന്റഗ്രേറ്റഡ് OT എന്ന്, അല്ലെ?
Functionally linking the OT environment, this consists of patient information, audio, video, surgical lights, room lights, AC and medical equipment. അതായത് ഈ ഒരു ഇന്റഗ്രേറ്റഡ് ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറയുന്നത് എല്ലാവിധ എന്താ പറയാ മിഷനറീസ് അല്ലെങ്കിൽ എക്യുപ്മെന്റ്സ് ഒക്കെ ലിങ്ക്ഡ് ആയിരിക്കും ഇതിനകത്ത്. ഓക്കെ, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. നമുക്ക് ആ ഓപ്പറേഷൻ തിയേറ്ററില് പേഷ്യന്റ് ഇൻഫോർമേഷൻസ് ആയിട്ടുള്ള ഓഡിയോ, അതായത് എന്താ പറയാ, നമുക്ക് പേഷ്യൻസിന്റെ ഹാർട്ട് ബീറ്റ് നമുക്ക് കേൾക്കാൻ പറ്റും, അല്ലെങ്കിൽ ആ ഒരു വീഡിയോ അതുമായിട്ടുള്ള പേഷ്യന്റെ ബോഡി മൂവ്മെന്റ്സ് നമുക്ക് കാണാൻ പറ്റും. പിന്നെ സർജിക്കൽ ലൈറ്റ്സ്, അതുപോലെ എല്ലാത്തരം റൂമില് എല്ലാത്തരം എന്താ പറയാ സജ്ജീകരണങ്ങളോട് കൂടിയിട്ടുള്ള ഒരു ഓപ്പറേഷൻ തിയേറ്റർ ആണ് ഇന്റഗ്രേറ്റഡ് OT എന്ന് പറയുന്നത്. പേഷ്യന്റ് വൈറ്റൽ സയൻസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് സ്ക്രീനിൽ കാണാനായിട്ട് സാധിക്കും. അതാണ് ഇന്റഗ്രേറ്റഡ് OT. അപ്പൊ ഇത് സർജൻസിന് സഹായകരമാണ്. സാധാ ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറഞ്ഞാൽ ഇതിൽ നിന്ന് വ്യത്യസ്തമാണ്. ചിലപ്പോൾ ഇങ്ങനെയുള്ള സൗകര്യങ്ങളൊന്നും ചിലപ്പോൾ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഇന്റഗ്രേറ്റഡ് OT എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് വ്യത്യസ്തമാണ്. എല്ലാത്തരം സജ്ജീകരണങ്ങളും കൂടിയിട്ടായിരിക്കും ഇത് ഉണ്ടായിരിക്കുക. ഓക്കെ, നെക്സ്റ്റ് ഹൈബ്രിഡ് OT ആണ്. അപ്പൊ ഇന്റഗ്രേറ്റഡ് OT നിങ്ങൾ പഠിച്ചു വെക്കുമ്പോൾ പ്രധാനമായിട്ടും പഠിച്ചു വെക്കുക. ദിസ് കൺസിസ്റ്റ് ഓഫ് പേഷ്യന്റ് ഇൻഫോർമേഷൻസ്, ഓഡിയോ, വീഡിയോ, സർജിക്കൽ ലൈറ്റ്സ്, റൂം ലൈറ്റ്സ്, AC ആൻഡ് മെഡിക്കൽ എക്യുപ്മെന്റ്. ഇത്തരത്തിലുള്ള ഓപ്പറേഷൻ തിയേറ്റർ ആണ്. അതായത് ഓഡിയോ, വീഡിയോ, സർജിക്കൽ ലൈറ്റ്സ്, റൂം ലൈറ്റ്സ്, AC ആൻഡ് മെഡിക്കൽ എക്യുപ്മെന്റ്, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കാണുന്ന ഓപ്പറേഷൻ തിയേറ്ററിനെയാണ് നമ്മൾ ഇന്റഗ്രേറ്റഡ് ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയെന്ന് കരുതുന്നത് കേട്ടോ. നെക്സ്റ്റ് ഈസ് ഹൈബ്രിഡ് OT. എന്താണ് ഹൈബ്രിഡ് OT നോക്കാം. A surgical theater that is equipped with a modern medical imaging devices like the arms, CT scans, MRI scan. This allows slightly invasive surgery, less incision. അതായത് സർജിക്കൽ തിയേറ്റർ, അതായത് ഈ ഒരു ഹൈബ്രിഡ് OT നമുക്ക് അറിയാല്ലേ. ഹൈബ്രിഡ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? അത്യുൽപാദന, അങ്ങനെയൊക്കെ നമ്മൾ പറയില്ലേ, ഹൈബ്രിഡ് വിത്തുകൾ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ, തൈകൾ എന്നൊക്കെ കേട്ടിട്ടില്ലേ നിങ്ങള്? അതായത് കുറച്ചും കൂടി അത്യാധുനിക രീതിയിലുള്ള മെഷീനറീസും എക്യുപ്മെന്റ്സ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന OT ആണത് ഹൈബ്രിഡ് OT എന്ന് പറയുന്നത്. ഇവിടെ തന്നെ നമ്മൾ കൊടുത്തിട്ടുണ്ട് അല്ലെ. മോഡേൺ മെഡിക്കൽ ഇമേജിംഗ് ഡിവൈസസ് ലൈക്ക് ആംസ്, CT സ്കാൻസ്, MRI സ്കാൻ, അങ്ങനെയുള്ളത് MRI സ്കാനിങ് സംവിധാനമുള്ള, CT സ്കാനിങ് സംവിധാനമുള്ള ഓപ്പറേഷൻ തിയേറ്ററുകളാണെന്ന് ഹൈബ്രിഡ് ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ഇത്തരത്തില് മോഡുലാർ OT ഉണ്ട് നമുക്ക് പഠിക്കാൻ, അതുപോലെ തന്നെ ഇന്റഗ്രേറ്റഡ് OT ഉണ്ട്, ഹൈബ്രിഡ് OT ഉണ്ട് കേട്ടോ. ഓക്കെ, ഇതിന്റെ ഉള്ളിൽ നിന്നും അങ്ങനെ ചോദിക്കില്ല. പ്രധാനമായിട്ടും എത്ര തരത്തിലുള്ള OT ആണുള്ളത്, അത് ഏതൊക്കെയാണെന്നാണ് എക്സാമിന് ക്വസ്റ്റ്യൻസ് ആയിട്ട് വരിക കേട്ടോ. അതിപ്പോ മോഡുലാർ OT എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം, ഇന്റഗ്രേറ്റഡ് OT എന്താണെന്ന് അറിഞ്ഞിരിക്കണം, ഹൈബ്രിഡ് OT എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, ഹൈബ്രിഡ് OT എന്ന് പറഞ്ഞാൽ അത്യാധുനിക രീതിയിലുള്ള OT ആണ്. MRI സ്കാൻ ചെയ്യാനുള്ള സംവിധാനം അവിടെ തന്നെ ഉണ്ടാകും. അതുപോലെ CT സ്കാൻ ചെയ്യാനുള്ള സംവിധാനം അവിടെ തന്നെ ഉണ്ടാകും. രോഗികൾക്ക് ആ നിമിഷത്തിൽ എന്താണ് അവർക്ക് ബുദ്ധിമുട്ട് വരുന്നത്, അതിനനുസരിച്ചുള്ള മെഷീനറീസും എക്യുപ്മെന്റ്സും ആ ഒരു ഓപ്പറേഷൻ തിയേറ്ററിൽ സജ്ജമായിരിക്കും. അതാണ് ഹൈബ്രിഡ് OT. ഓക്കെ, next is preventive measures against hazards in operation theater. അപ്പൊ ഓപ്പറേഷൻ തിയേറ്ററിൽ ഉണ്ടാകുന്ന ഹസാർഡുകളൊക്കെ എന്താണ് പ്രിവെന്റ് ചെയ്യാനായിട്ട് നമ്മൾ ചില മെഷേഴ്സ് കീപ്പ് ചെയ്യണം. അതെന്താണെന്നാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, എന്തൊക്കെ പ്രിവെന്റീവ് മെഷേഴ്സ് ആണ് ഓപ്പറേഷൻ തിയേറ്ററിൽ നമ്മള് എന്താ പറയാ സ്വീകരിക്കേണ്ടത്, അതിനുള്ള നടപടികൾ എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. ഫസ്റ്റ് പോയിന്റ് ഈസ് put on shoes prepared for nurses with a non-slip soles. അതായത് നഴ്സുമാരും മറ്റും എന്ത് ധരിക്കണം, ഷൂസുകളും മറ്റും ധരിച്ചിരിക്കണം അല്ലെ. അപ്പൊ നമുക്കറിയാം, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഷൂസുകൾ മാത്രമല്ല ഐ ഷീൽഡ് ധരിക്കണം, മാസ്ക് ധരിക്കണം, ഗ്ലൗസ് ധരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവിടെ പറയുന്നത് ഓക്കെ, ഹസാർഡസ് പ്രിവെന്റ് ചെയ്യാനായിട്ട് പറയുന്നത് ആദ്യത്തേതെന്ന് പറയുന്നത് ഷൂസ് ധരിക്കണം എന്ന് പറയുന്നുണ്ട്. ആ ഷൂ എന്ന് പറയുന്നത്
തെന്നിപ്പോകാത്തതായിരിക്കണം. ചില ചപ്പൽസ് ഒക്കെ നമ്മൾ ഇടുമ്പോൾ തെന്നിപ്പോയില്ലേ, അങ്ങനെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യരുത്, ഓപ്പറേഷൻ തിയേറ്ററിൽ ഉപയോഗിക്കാനായിട്ട് നമ്മൾ പാടില്ല. ഓക്കെ. സെക്കൻഡ് വൺ, ഹാൻഡിൽ ഷാർപ്പ് ഒബ്ജെക്ട്സ് വിത്ത് utmost care, proper waste disposal also. അതായത് ഷാർപ്പ് ആയിട്ടുള്ള ഒബ്ജക്റ്റുകൾ നമ്മള് എന്താ പറയാ ശ്രദ്ധിച്ചു കൈകാര്യം ചെയ്യണം. ഓക്കെ. ഇപ്പോ ഞാൻ പറഞ്ഞു നമ്മള് നൈഫ് ഉപയോഗിക്കും, സിസേഴ്സ് ഉപയോഗിക്കും, പിന്നെ എന്താ പറയാ സൂചി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ടല്ലോ ഓപ്പറേഷൻ തിയേറ്ററിൽ. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ആ ഷാർപ്പ് ആയിട്ടുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങളെയാണ് ഷാർപ്പ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. നൈഫ്, സിസേഴ്സ് പോലുള്ള കാര്യങ്ങളെ നമ്മൾ ഷാർപ്പ് ഒബ്ജക്റ്റ് എന്നാ പറയാ. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഹാൻഡിൽ ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ ഹാൻഡിൽ ചെയ്യാനായിട്ട്. ഓക്കെ, അതാണ് അവിടെ പറയുന്നത്. ഇനി എന്തെങ്കിലും കാരണവശാല് ഇപ്പൊ ഇവിടെ പറയുന്നുണ്ട്, എന്തെങ്കിലും കാരണവശാൽ ഇപ്പൊ വേസ്റ്റ് ഡിസ്പോസലൊക്കെ വരുമല്ലോ. ഓക്കെ, ഇപ്പൊ നമ്മള് എന്താ പറയാ പല അതായത് രോഗിയുടെ ബോഡി പാർട്ട് കട്ട് ചെയ്തിട്ടാണ് നമ്മള് എന്താ പറയാ റിമൂവ് ചെയ്യുന്നത്. അവരുടെ ബോഡി പാർട്ടിൽ നിന്ന് ചില ബ്ലഡിന്റെ ഫ്ലൂയിഡ്സോ അങ്ങനെ കാര്യങ്ങളൊക്കെ നമ്മൾ റിമൂവ് ചെയ്യും. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അതൊക്കെ താഴത്ത് വീഴത്തക്ക രീതിയിൽ ആക്കരുത്. ഓക്കെ, താഴത്തൊന്നും വീഴരുത്. ഇനി വീഴുവാണെങ്കിൽ എന്ത് ചെയ്യണം, നമ്മള് അത് ക്ലീൻ ചെയ്യണം. ഡിസ്പോസൽ വേസ്റ്റ് നമ്മൾ എന്തായാലും ഡിസ്പോസ് ചെയ്തിരിക്കണം എന്നും കൂടി ഇവിടെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോ ഷാർപ്പ് ഒബ്ജക്റ്റിനെ നമ്മൾ എന്ത് ചെയ്യണം, സൂക്ഷിച്ച് നമ്മൾ കൈകാര്യം ചെയ്യണം. അതുപോലെ തന്നെ വേസ്റ്റ് ഡിസ്പോസൽ എന്ന് പറയുന്നത് പ്രോപ്പർ ആയിട്ടായിരിക്കണം നമ്മൾ നടത്തിയിരിക്കേണ്ടത്. നെക്സ്റ്റ് ഈസ് ഇൻസ്റ്റാൾ ഗ്രൗണ്ട് ഫോൾട്ട് circuit interrupters. Call a skilled electrician to test and repair damaged equipment. അതുപോലെ തന്നെ ഓപ്പറേഷൻ തിയേറ്ററിൽ ചിലപ്പോൾ കറണ്ടിന്റെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവാം. അതായത് ഷോർട്ട് സർക്യൂട്ട് ഒക്കെ വരികയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇലക്ട്രീഷ്യനെ വിളിച്ചിട്ട് ടെസ്റ്റ് ചെയ്യണം. ഇപ്പൊ എന്തെങ്കിലും എക്വിപ്മെന്റ്സിന് ഡാമേജ് ആയതോ അല്ലെങ്കിൽ എന്താ പറയാ ഈ ഒരു ഷോർട്ട് സർക്യൂട്ട് കാരണം ചിലപ്പോൾ ഏതെങ്കിലും എക്വിപ്മെന്റ്സ് ഡാമേജ് ആയിട്ടുണ്ടാവാം. അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ ഒരു ഇലക്ട്രീഷ്യനെ വിളിച്ചിട്ട് ആ ഒരു കാര്യങ്ങൾ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് പോകണം. ഓക്കെ, ശ്രദ്ധിച്ചു വേണം നമ്മള് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യാനായിട്ട്. Next, put on radiation dosimeter, badge or other. When exposed to radiation, follow all safety instructions to lessen exposure to a minimum. അതായത് റേഡിയേഷൻ കുറക്കാനുള്ള ഓപ്പറേഷൻ തിയേറ്ററിൽ റേഡിയേഷൻ കുറക്കാനുള്ള മാർഗങ്ങൾ നമ്മൾ സ്വീകരിക്കണം എന്നാണ് പറയുന്നത് കേട്ടോ. അതായത് റേഡിയേഷന്റെ ആ ഒരു ഇത് കുറയ്ക്കാനുള്ള മെത്തേഡ്സ് എന്ത് ചെയ്യണം, നമ്മള് യൂസ് ചെയ്യണം. ഓക്കെ. Next, install air conditioning with effective general ventilation in the operation room to lessen heat stress and remove odors, gases and vapors. അതായത് ഈ ഓപ്പറേഷൻ തിയേറ്ററിൽ പ്രോപ്പർ ആയിട്ടുള്ള വെന്റിലേഷൻ നമുക്ക് ഉണ്ടായിരിക്കണം. ഓക്കെ, എയർ കണ്ടീഷണർ ആയിരിക്കണം എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ വെന്റിലേഷൻ എന്ത് ചെയ്തിരിക്കണം, പ്രോപ്പർ ആയിട്ട് ഉണ്ടായിരിക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ചീത്ത സ്മെല്ലൊക്കെ വരുമല്ലോ പുറത്തുനിന്ന്, അതൊക്കെ പ്രിവെന്റ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ. Nurses sensitive to natural rubber latex must use non-latex or powder-free latex gloves and avoid contact with other latex products. അതുപോലെ തന്നെ നഴ്സുമാർ ഉപയോഗിക്കുന്ന ഗ്ലൗസ് ഒക്കെ ഉണ്ടല്ലോ, അത് ഫ്രീ ആയിട്ടുള്ള ലാറ്റക്സ് ഗ്ലൗസ് ആയിരിക്കണം. നമുക്കറിയാം ചില ഗ്ലൗസുകൾ നമ്മൾ കയ്യിലിടുമ്പോ അതില് പൗഡറിന്റെ ഒരു എന്താ പറയാ പ്രസൻസ് ഉണ്ടാവാറുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എനിക്കറിയില്ല. ചില ഗ്ലൗസുകൾ ഇടുമ്പോൾ പൗഡറിന്റെ പ്രസൻസ് ഉണ്ടാവാറുണ്ട്. പക്ഷെ അങ്ങനെയുള്ള ഗ്ലൗസുകൾ എന്ത് ചെയ്യരുത്, ഓപ്പറേഷൻ തിയേറ്ററിൽ കയറുന്നവര് യൂസ് ചെയ്യരുത് എന്ന് പറയുന്നുണ്ട്. നിങ്ങളൊന്ന് ഗൂഗിളിൽ അടിച്ചു നോക്കിയാൽ കാണാൻ പറ്റും എങ്ങനെയുള്ള ഗ്ലൗസസ് ആണ് അവർ ഉപയോഗിക്കുന്നത് കേട്ടോ. ഓക്കെ, ഫ്രീ ലാറ്റക്സ് ഗ്ലൗസുകളാണ് ഓപ്പറേഷൻ തിയേറ്ററിൽ കയറുന്നവര് ഉപയോഗിക്കുന്നത്. ഓക്കെ. നെക്സ്റ്റ് ഈസ് follow establish that appropriate infection control precautions assuming blood body fluids. ഓക്കെ, അതായത് ബ്ലഡിൽ നിന്നും ബോഡി ഫ്ലൂയിഡ്സിൽ നിന്നും വരുന്ന ഇൻഫെക്ഷൻ സാധ്യത കൂടുതലാണ് അല്ലെ. അപ്പൊ നമ്മൾ രോഗിയുടെ ബോഡി പാർട്ട് കട്ട് ചെയ്തിട്ടാണ് ഓപ്പറേഷൻ
ചെയ്യുന്നെന്ന് പറഞ്ഞു. അപ്പൊ അത് തന്നെ എന്താവാം, ബ്ലഡ് അല്ലേ, ധാരാളം ബ്ലഡ് പുറത്തേക്ക് ചാടും അല്ലെ. അതുപോലെ തന്നെ ബോഡി ഫ്ലൂയിഡ്സ് എന്തുണ്ടാകും, ധാരാളമായിട്ട് ഉണ്ടാകും. ഇത് നമ്മുടെ കണ്ണിൽ തെറിക്കുകയോ അല്ലെങ്കിൽ എന്താ പറയാ നമ്മുടെ കയ്യിൽ തെറിക്കുകയോ ഏതെങ്കിലും വരെ നമ്മുടെ ഏതെങ്കിലും ബോഡി പാർട്ടില് അത് തെറിക്കുകയാണെങ്കിൽ നമുക്ക് ഇൻഫെക്ഷൻ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ എന്ത് ചെയ്യണം നമ്മള്, അതിന് വേണ്ടിയിട്ട് അതിനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇൻഫെക്ഷൻ കൺട്രോൾ പ്രിക്കോഷൻസ് നമ്മൾ സ്വീകരിച്ചിട്ടുണ്ടാകുമെന്ന് പറയുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഈസ് wash hands and other exposed skin surfaces after coming into contact with your blood or body fluids. അതുപോലെ തന്നെ ഇവിടെ പറയുന്നത് തന്നെയാണ്, ഈ ഒരു ബോഡി ഫ്ലൂയിഡ്സും ബ്ലഡും ഒക്കെ എന്താണ് നമ്മുടെ കണ്ണിൽ തെറിക്കുക. ഇപ്പൊ സാധാരണയായിട്ട് ഇപ്പൊ നഴ്സുമാർക്കൊക്കെ നിങ്ങൾ കാണാനായിട്ട് സാധിക്കും, വാർഡുകളിലൊക്കെ ജോലി ചെയ്യുന്ന നഴ്സുമാരൊക്കെ കാണും, നമ്മള് സിറഞ്ച് ഉപയോഗിക്കുമല്ലോ, ഇഞ്ചെക്ട് ചെയ്യുമല്ലോ, സൂചി വെക്കുമല്ലോ. രോഗിയുടെ ദേഹത്ത് സൂചി വെക്കുമ്പോ എന്താണ് ആ ഒരു സൂചിയുടെ, അതായത് അവരുടെ ആ ബ്ലഡ് കണ്ണിൽ തെറിക്കുകയോ അല്ലെങ്കിൽ ആ സിറഞ്ച് അവരുപയോഗിച്ച് അവര് കുത്തിയ ആ സിറഞ്ച് സൂചി ഉണ്ടല്ലോ അത് നമ്മുടെ കയ്യിൽ കുത്തി കയറുകയൊക്കെ ചെയ്യാറുണ്ട്. ഇതൊക്കെ നഴ്സുമാർക്ക് ഇൻഫെക്ഷൻ ഉണ്ടാക്കാനുള്ള സാധ്യത കൂടുതലാണ് കേട്ടോ. ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഇതുപോലുള്ള സംഭവങ്ങൾ ഉണ്ടാവുന്നത് കൊണ്ടാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ എയ്ഡ്സ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് കേട്ടോ. ഓക്കെ, ഏറ്റവും കൂടുതൽ ആരോഗ്യ പ്രവർത്തകർക്കാണ് എയ്ഡ്സ് എന്ന് പറയുന്ന രോഗം സ്ഥിരീകരിക്കുന്നത്. അതിന് പ്രധാന കാരണം എന്ന് പറയുന്നത്, പ്രത്യേകിച്ചും നഴ്സുമാർക്ക് അതിന് പ്രധാന കാരണം എന്ന് പറയുന്നത്, രോഗിയുടെ കയ്യിൽ നമ്മൾ ഇഞ്ചെക്ട് ചെയ്യുമ്പോൾ ആ സൂചി നമ്മുടെ കയ്യിൽ തറച്ചു കയറുകയോ അല്ലെങ്കിൽ ആ ബ്ലഡ് നമ്മുടെ കണ്ണില് പെട്ടെന്ന് സ്പ്രെഡ് ആവുകയോ ചെയ്തു കഴിഞ്ഞാല് എയ്ഡ്സ് ഉണ്ടാകാനുള്ള സാധ്യതയൊക്കെ എന്താണ് കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട്. പക്ഷേ നമ്മുടെ ഇന്ത്യയിൽ ഇത് അധികം റിപ്പോർട്ട് ചെയ്യപ്പെടാറില്ല. ആരോഗ്യ പ്രവർത്തകർക്ക്, അതായത് ഹെൽത്ത് കെയർ വർക്കേഴ്സിന് ഇങ്ങനെയുള്ള രോഗം വരുന്നത് അധികം റിപ്പോർട്ട് ചെയ്യപ്പെടാറില്ല. ഓക്കെ, ഞാനിത് പറഞ്ഞുള്ളൂ. ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങൾ, അതായത് ഓപ്പറേഷൻ തിയേറ്ററിൽ നമ്മൾ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മള് വളരെയധികം സൂക്ഷിക്കണം. അതായത് ഇൻഫെക്ഷൻ കൺട്രോൾ പ്രിവെൻഷൻ മെത്തേഡുകൾ നമ്മൾ യൂസ് ചെയ്താൽ മാത്രമേ നമ്മൾ പ്രൊട്ടക്റ്റഡ് ആയിട്ട് ഇരിക്കുകയുള്ളൂ. ഓക്കെ, നെക്സ്റ്റ്, പ്രൊവൈഡ് ലിഫ്റ്റിംഗ് എയ്ഡ്സ് ഫോർ ദ ലിഫ്റ്റിംഗ് ആൻഡ് ഷിഫ്റ്റ് ഓഫ് ഹെവി പേഷ്യൻസ്. കൺസൾട്ട് ആൻ ഒക്യുപേഷണൽ സേഫ്റ്റി സ്പെഷ്യലിസ്റ്റ് ഓൺ ദ സേഫ് ഹാൻഡ്ലിംഗ് ഓഫ് ഹെവി പേഷ്യൻസ്. അതായത് നമ്മൾ ഓപ്പറേഷൻ തിയേറ്റർ ടേബിളിൽ നിന്ന് ഒരു രോഗിയെ നമ്മൾ മാറ്റുമ്പോൾ ലിഫ്റ്റിംഗ്, അതായത് ആ രോഗിയെ മാറ്റാനുള്ള ഏറ്റവും എളുപ്പ മാർഗം നമ്മൾ സ്വീകരിക്കുക. ഓക്കെ, സ്ട്രക്ചറിൽ ആളെ കൊണ്ടുപോവുകയോ അല്ലെങ്കിൽ വീൽ ചെയറിന്റെ സഹായത്തോടു കൂടി എന്ത് ചെയ്യുക, കൊണ്ടുപോകാനായിട്ട് ശ്രദ്ധിക്കുക. ഒരിക്കലും നമ്മൾ റിസ്ക് എടുത്തിട്ട് ആ രോഗിയെ എണീപ്പിക്കാനോ നടത്താനോ ഒന്നും ശ്രമിക്കരുതെന്നാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, അതുപോലെ തന്നെ ചെക്കിംഗ് ഫോർ അനസ്തെറ്റിക് ആൻഡ് ഓക്സിജൻ ഗ്യാസ് ലീക്കേജ്. നമ്മൾ അനസ്തേഷ്യ കൊടുക്കുന്ന മരുന്നുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ പ്രോപ്പർ ആയിട്ട് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. അനസ്തേഷ്യയുടെ മരുന്നുകൾ കാര്യങ്ങളൊക്കെ ആ ഒരു ഏരിയയിൽ പ്രോപ്പർ ആയിട്ട് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ഓക്സിജൻ ഗ്യാസ് ലീക്കേജ് ഉണ്ടോ എന്നൊക്കെ എന്ത് ചെയ്യണം, നമ്മള് ശ്രദ്ധിക്കണം. ഓക്കെ, നെക്സ്റ്റ്, കൺട്രോൾ ഫയർ ഡേഞ്ചർ. അതായത് തീ പിടിക്കാനുള്ള സാധ്യതയൊക്കെ എന്താണ്, ചിലപ്പോൾ കൂടുതലായിട്ടുള്ള ഏരിയ ആയിരിക്കും. അപ്പോ ഫയർ ഡേഞ്ചറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, നമ്മളൊന്ന് നിയന്ത്രിക്കണം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് പ്രിവെന്റീവ് മെഷേഴ്സിൽ വരുന്നത് കേട്ടോ. ഓക്കെ, ജസ്റ്റ് ഒരു 2 സെക്കൻഡ് നിങ്ങളൊന്ന് വായിച്ചു നോക്കുക കേട്ടോ. 2 സെക്കൻഡ് ഒന്ന് വായിച്ചു നോക്കുക, ക്യാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് ശ്രമിക്കുക. ഞാൻ പറഞ്ഞ കാര്യങ്ങള് നിങ്ങൾ വായിക്കുന്നതുമായിട്ട് കണക്ഷൻ വരുന്നുണ്ടോ എന്ന് നോക്കുക, മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ നോക്കുക. അതിനാണ് 2 മിനിറ്റ് തരുന്നത് കേട്ടോ. സെപ്പറേറ്റ് നോട്ട്സ് ഒന്നും ഇല്ല, ഇത് തന്നെയാണ് പഠിപ്പിക്കുന്നത് കേട്ടോ. ഇത് തന്നെ വായിച്ചാൽ മതി നിങ്ങൾ. ഓക്കെ, PDF എന്താണോ നിങ്ങൾക്ക് ഇട്ട് തരുന്നത് അത് തന്നെ വായിച്ച് മനസ്സിലാക്കിയാൽ മതി. അറിയാൻ പാടില്ലാത്ത കാര്യങ്ങൾ ജസ്റ്റ് ആ PDF നോട്ടിന്റെ സൈഡിൽ എന്ത് ചെയ്യാം, ഒന്ന് എഴുതി വെക്കുക. എന്തെങ്കിലും ഞാൻ പോയിന്റ് പറയുമ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അതൊന്ന് മനസ്സിലാക്കാനായിട്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞു, എക്സാമ്പിൾ പറഞ്ഞുതരാം എങ്ങനെയാണ് ഇത് പഠിക്കേണ്ടത്.
ഹാൻഡിൽ ഷാർപ്പ് ഒബ്ജക്ട് വിത്ത് അറ്റ്മോസ്റ്റ് കെയർ, പ്രോപ്പർ വേസ്റ്റ് ഡിസ്പോസൽ ഓൾസോ. അതായത് നമ്മൾ മോർ കെയർഫുൾ ആയിരിക്കണം ഷാർപ്പ് ഒബ്ജക്ട് ഉപയോഗിക്കുമ്പോൾ. അങ്ങനെയെന്ന് മാത്രം ഒന്ന് സൈഡിൽ എഴുതി വെക്കുക. അപ്പൊ നമുക്ക് കൂടുതൽ ക്യാച്ച് ചെയ്യാനുണ്ട്. സ്ലിപ്പ് സോൾസ് എന്ന് പറഞ്ഞാല് നമ്മള് തെന്നി വീഴാത്ത ചെരുപ്പുകൾ ഉണ്ടല്ലോ, ഷൂസുകളും കാര്യങ്ങളും ഉണ്ടല്ലോ, അതിനെയാണ് സ്ലിപ്പ് സോൾസ് എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള ഷൂസ് ഉപയോഗിക്കരുത്. തെന്നി വീഴുന്ന ടൈപ്പിലുള്ള ഷൂസ് നമ്മൾ ഉപയോഗിക്കരുത് കേട്ടോ. ഓക്കെ, ഫോർത്ത് പോയിന്റ് നമ്മള് റേഡിയേഷൻ കുറയ്ക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തിരിക്കും. ഓക്കെ, ഓക്കെ, ഇനി നമുക്ക് നോക്കാം എമർജൻസി എക്യുപ്മെന്റ് അസോസിയേറ്റഡ് ഡ്യൂട്ടീസ് ആർ. എന്തൊക്കെ എമർജൻസി എക്യുപ്മെന്റ്സ് ആണ് നമ്മൾക്ക് ഓപ്പറേഷൻ തിയേറ്ററിൽ വേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഫസ്റ്റ് തന്നെ ഇവിടെ പറയുന്നുണ്ട് കാർഡിയാക് ട്രോളി വിത്ത് ഡെഫിബ്രിലേറ്റർ ഹാസ് ടു ബി റീഡ്ലി അവൈലബിൾ. ഓക്കെ, അതായത് കാർഡിയാക് ട്രോളി, അതായത് പെട്ടെന്ന് തന്നെ ഇപ്പൊ ഓപ്പറേഷൻ തിയേറ്ററിൽ നമ്മൾ അത്യാവശ്യമായിട്ട് എമർജൻസി ആയിട്ട് നമ്മൾ എത്തിക്കേണ്ട എക്യുപ്മെന്റ്സ് ആണ് ഇതൊക്കെ. രോഗിയുടെ ആവശ്യത്തിനനുസരിച്ച് നമ്മൾ എത്തിച്ചു കൊടുക്കേണ്ട എന്തൊക്കെ കാര്യങ്ങളാണ് പെട്ടെന്നൊരു എമർജൻസി വന്നാൽ നമ്മൾ ചെയ്യേണ്ടതെന്നാണ് ഈ ഒരു ഹെഡിങ്ങിൽ പറയുന്നത് കേട്ടോ. അതിനകത്ത് ആദ്യം പറയുന്നത് കാർഡിയാക് ട്രോളി. ഓക്കെ, കാർഡിയാക് നമ്മുടെ ഹാർട്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് കാർഡിയാക് മെഷീൻസ് ഉപയോഗിക്കുന്നത് അല്ലെ. അപ്പൊ ആ ഒരു കാർഡിയാക് ട്രോളി ഉണ്ടായിരിക്കണം. അതിന്റെ കൂടെ തന്നെ ഡെഫിബ്രിലേറ്റർ ഹാസ് ടു ബി റീഡ്ലി അവൈലബിൾ. അതായത് ഡെഫിബ്രിലേറ്റർ എന്ന് പറഞ്ഞാൽ ഞാൻ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ അല്ലെ. നമ്മുടെ എന്താ പറയാ ഈ ഒരു നെഞ്ചിന്റെ ഭാഗത്ത് വെച്ച് പ്രസ് ചെയ്യുന്നതാണ് അല്ലെ ഡെഫിബ്രിലേറ്റർ. അപ്പൊ ആ ഒരു അതും എന്തുണ്ടായിരിക്കണം ഈ ഒരു ട്രോളിയുടെ കൂടെ തന്നെ കാർഡിയാക് ട്രോളിയില് ഉൾപ്പെട്ടിട്ടുണ്ടാകണം എന്ന് പറയുന്നുണ്ട്. ആൻഡ് നെക്സ്റ്റ് ഈസ് ഡു ഓൾ പേഴ്സണൽ നോ ഇറ്റ്സ് ലൊക്കേഷൻ. അതായത് ഓപ്പറേഷൻ തിയേറ്ററുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന വ്യക്തികള് അതത് സ്ഥലത്തുണ്ടായിരിക്കണം. ഓക്കെ, കൂടാതെ അവരെപ്പോ വിളിച്ചാലും നമുക്ക് അവൈലബിൾ ആയിട്ട് ഉണ്ടായിരിക്കണം. ഓക്കെ, ഇപ്പോ ഓപ്പറേഷൻ തിയേറ്ററിൽ ചിലപ്പോൾ അറ്റൻഡർമാരല്ലേ, ഓപ്പറേഷൻ തിയേറ്ററിൽ അറ്റൻഡർമാർ വർക്ക് ചെയ്യുന്നതാണ് തിയേറ്റർ അറ്റൻഡേഴ്സ് എന്ന് പറയുവരെ. അവർ ചിലപ്പോൾ വേറെ ഒരു ഡിപ്പാർട്ട്മെന്റിൽ ചിലപ്പോൾ പോയിട്ടുണ്ടാവാം എന്തെങ്കിലും ഒരു ആവശ്യത്തിനായിട്ട്. ചിലപ്പോൾ ഓപ്പറേഷൻ തിയേറ്ററിൽ പെട്ടെന്ന് തന്നെ അവരുടെ ഒരു സഹായം നമുക്ക് വേണ്ടി വന്നേക്കാം. അപ്പൊ അവരെവിടെയാണെന്നുള്ള ഒരു ലൊക്കേഷൻ നമ്മൾ തീർച്ചയായും അറിഞ്ഞിരിക്കണം എന്നാണ് ഇവിടെ പറയുന്നത്. Next point is specific duties of each person to be performed in connection with emergency equipment, checking of medicine which are expired and preventive maintenance of equipments. അതായത് ഈ ഒരു അതായത് സ്പെസിഫിക് ആയിട്ടുള്ള അതായത് ഒരു പർട്ടിക്കുലർ ആളുകളെ നമ്മൾ നിയമിച്ചിട്ടുണ്ട് ഈ ഓപ്പറേഷൻ തിയേറ്ററിലൊക്കെ ആവശ്യമായിട്ടുള്ള എക്യുപ്മെന്റ്സുകളും മറ്റും ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് അത് പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യും. നമുക്കറിയാം ഇപ്പൊ ഒരു പെട്ടെന്ന് തന്നെ ഒരു ഓപ്പറേഷൻ വന്നു, എമർജൻസി ആയിട്ട് ഒരു ആൾക്ക് ഓപ്പറേഷൻ ചെയ്യണം. ഓപ്പറേഷൻ ടേബിളിൽ കൊണ്ട് കിടത്തുമ്പോഴായിരിക്കരുത് അവിടുത്തെ മെഷീൻസ് ഡാമേജ് ആണ് നമ്മൾ അറിയുന്നത് അല്ലെ. അതിന് മുമ്പേ തന്നെ അറിയണം അല്ലെ. ഇപ്പൊ എമർജൻസി ആയിട്ട് ഒരു പേഷ്യൻസിനെ നമ്മൾ കൊണ്ടുചെന്ന് കിടത്തുമ്പോൾ ഈ ഒരു എക്യുപ്മെന്റ് തകരാറിലാണെങ്കിൽ നമുക്ക് ആ രോഗിയുടെ ഓപ്പറേഷൻ നടത്താനായിട്ട് സാധിക്കുമോ? ഒരിക്കലും ഇല്ലല്ലോ. അപ്പൊ നമുക്ക് മുമ്പേ തന്നെ അതായത് ഓരോ 24 മണിക്കൂർ നമുക്കുണ്ട് ഒരു ദിവസത്തില്. ആ സമയത്തിൽ നമ്മൾ ഇടക്കിടക്ക് എന്ത് ചെയ്യണം? ഓപ്പറേഷൻ ചെയ്യുന്ന ഒരു വ്യക്തിയെ ഓപ്പറേഷൻ ചെയ്യുന്നതിന് മുമ്പായിട്ട് അവിടെയുള്ള എക്യുപ്മെന്റ്സും മെഷീനറീസും ഒക്കെ പ്രോപ്പർ ആയിട്ട് ഫങ്ഷനിങ് ആണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്തിരിക്കണം. ഓക്കെ, അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള വ്യക്തികളെ അവിടെ നിയമിക്കണം എന്നാണ് ഇവിടെ പറയുന്നത്. അതുപോലെ തന്നെ ഓപ്പറേഷൻ തിയേറ്ററിൽ ഉപയോഗിക്കുന്ന മരുന്നുകള് എക്സ്പയർ ആയിട്ടുണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. നമുക്കറിയാം ഇന്ന മരുന്നുകൾ ഇത്ര നാളത്തേക്ക് മാത്രമേ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കുള്ളൂ. വർഷങ്ങളുടെ ഇതുണ്ടാവാം, കണക്കുണ്ടാവാം. നമ്മള് ഫുഡ് ഐറ്റംസ് വാങ്ങുന്നത് പോലെയല്ല അല്ലെ ഈ ഒരു മെഡിസിൻസ് എക്സ്പയർ എന്ന് പറയുന്നത്. വർഷങ്ങള് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. അപ്പൊ ഈ ഒരു മെഡിസിന്റെ ഓപ്പറേഷൻ തിയേറ്ററിൽ ഉപയോഗിക്കുന്ന മരുന്നുകൾ എന്താണോ അതിന്റെ എക്സ്പയറി ഡേറ്റ് എന്നാണെന്ന് നമ്മള് കൃത്യമായിട്ട് ചെക്ക് ചെയ്തിരിക്കണം. ഓക്കെ, അതുപോലെ തന്നെ എക്യുപ്മെന്റിന്റെ ഒക്കെ എന്താണ് അതൊക്കെ ഫങ്ഷനിങ് ആണോ എന്നുകൂടി എന്ത് ചെയ്യണം? നമ്മള് പ്രോപ്പർ ആയിട്ട് ചെക്ക് ചെയ്യണം. ഓക്കെ, നെക്സ്റ്റ് ഈസ്
Administration must involve standards policy for protection of patients in operation theatre. അതായത് ഹോസ്പിറ്റലിന്റെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് വിഭാഗം ഉണ്ട്. നിങ്ങൾക്കറിയാം എന്താണ് അഡ്മിനിസ്ട്രേറ്റീവ് വിഭാഗം എന്ന് പറഞ്ഞാല്? അറിയാം ആർക്കെങ്കിലും? ഒന്ന് കമന്റ് ഇട്ടേ. എന്താണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റീവ് വിഭാഗം? ഒന്ന് കമന്റ് ചെയ്തേ ആരെങ്കിലും. അഡ്മിനിസ്ട്രേറ്റീവ് വിഭാഗം എന്ന് പറഞ്ഞാൽ എന്താ? അറിയില്ല? ആർക്കറിയില്ല എന്താണ് ഇത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റീവ് വിഭാഗം എന്ന് പറഞ്ഞാല്? ഈ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുമ്പോ ആ ഒരു ഏരിയ നമ്മൾക്ക് മാനേജിങ് ആണ് അല്ലെ? മാനേജിങ് ആണ്. ടു മാനേജ് ആണ്. അതായത് ഒരു ഹോസ്പിറ്റലിലെ ഡേ ടു ഡേ ഓപ്പറേഷൻസ് കൈകാര്യം ചെയ്യുന്നത് ആ ഹോസ്പിറ്റലിലെ അഡ്മിനിസ്ട്രേറ്റീവ് വിഭാഗമാണ്. ഓക്കെ, അവരുടെ പ്രധാനപ്പെട്ട ജോലികൾ എന്തൊക്കെയാ വരുന്നത്? അതായത് ആ ഒരു ഹോസ്പിറ്റലിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യുക, ചെയ്യുക, ഓപ്പറേഷൻസ് എന്ത് ചെയ്യുക അല്ലെ? അതുപോലെ തന്നെ ഈ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ആളുകളെ റിക്രൂട്ട് ചെയ്യുക, അവരെ അപ്പോയിന്റ് ചെയ്യുക, അവർക്ക് വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കുക. അപ്പോ ഇതാണ് അഡ്മിനിസ്ട്രേറ്റീവ് വിഭാഗം എന്ന് പറയുന്നത് കേട്ടോ. ജസ്റ്റ് നിങ്ങൾ 2 മിനിറ്റ് ഒന്ന് വായിക്കാം. 2 മിനിറ്റ് ഒന്ന് വായിക്കാം കേട്ടോ. ആ റിക്കവറി രോഗം കൂടി എന്ത് ചെയ്യാം, ഒന്ന് വായിച്ചു പോവാ. ഓക്കെ, നമുക്ക് നോക്കാം ഒരു അഡ്മിനിസ്ട്രേഷൻ വിഭാഗം എന്തൊക്കെ കാര്യങ്ങളാണ് ഓപ്പറേഷൻ തിയേറ്ററിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് സ്വീകരിക്കേണ്ട പോളിസികൾ എന്ന് കേട്ടോ. ഓക്കെ, ഒരു അഡ്മിനിസ്ട്രേറ്റീവ് വിഭാഗമാണ് ഓരോരോ ഡിപ്പാർട്ട്മെന്റുകൾക്കും വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കുന്നത് അവരുടെ പ്രോപ്പർ ആയിട്ടുള്ള ഫംഗ്ഷന് വേണ്ടിയിട്ട്. അപ്പൊ ഒരു ഓപ്പറേഷൻ തിയേറ്ററിലും ഇവര് ചില പോളിസികൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് മെത്തേഡ്സ് ഓഫ് പേഷ്യന്റ് ഐഡന്റിഫിക്കേഷൻ. ഓക്കെ, പേഷ്യന്റ് ഐഡന്റിഫിക്കേഷൻ ചെയ്യുക. അതായത് ഓപ്പറേഷന് വരുന്ന രോഗികളെ കൃത്യമായിട്ട് എന്ത് ചെയ്യണം, നമ്മള് ഐഡന്റിഫൈ ചെയ്തിരിക്കണം. ഓക്കെ, നമ്മൾക്ക് ഒരിക്കലും തെറ്റ് സംഭവിക്കാൻ പാടില്ല അല്ലെ? ഓപ്പറേഷൻ ചെയ്യുന്ന രോഗികൾ നമ്മൾ മാറിപ്പോയാൽ എന്തായിരിക്കും ഉണ്ടാവുക? ഭയങ്കരമായിട്ടൊരു പ്രോബ്ലം അവിടെ ക്രിയേറ്റ് ചെയ്യില്ലേ? അതുകൊണ്ട് തന്നെ ഓപ്പറേഷന് വരുന്ന രോഗികളെ കൃത്യമായിട്ട് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. അവരുടെ പേര് അറിഞ്ഞിരിക്കണം, അവരുടെ വയസ്സ് അറിഞ്ഞിരിക്കണം, അവരുടെ ഡോക്ടർ അല്ലെ, അവർ കൺസൾട്ട് ചെയ്ത ഡോക്ടർ ആരാണെന്ന് അറിഞ്ഞിരിക്കണം. കൂടാതെ അവരുടെ ഫിസിക്കൽ കണ്ടീഷൻ എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. എന്ത് സർജറി ആണ് എന്നതും കൂടി എന്ത് ചെയ്യണം, നമ്മൾ അറിഞ്ഞിരിക്കണം, അവർക്ക് ചെയ്യേണ്ടത്. അപ്പോ കൃത്യമായിട്ട് എന്ത് ചെയ്യണം, അവരുടെ ഐഡന്റിഫിക്കേഷൻ നമ്മൾ നടത്തിയിരിക്കണം. നെക്സ്റ്റ്, റീസ്ട്രെയിനിങ് ഓഫ് പേഷ്യൻസ് ഡ്യൂറിങ് മൂവ്മെന്റ്. അതായത് രോഗിയെ നമ്മൾ മാറ്റുമ്പോൾ എന്താണ്, സൂക്ഷിച്ചു വേണം അവരെ കൈകാര്യം ചെയ്യാനായിട്ട്. ഓക്കെ, ഒരു പിടുത്തൊക്കെ കൊണ്ടുപോകുമല്ലോ, സ്ട്രക്ചറിലൊക്കെ കൊണ്ടുപോകുമ്പോൾ അവരുടെ ബോഡി പാർട്ട്, ചില രോഗികൾക്ക് നമ്മള് അതായത് എയർവേ നടത്തും. എയർവേ അതായത് ട്രാൻസ്ഫറിലാണ് കൂടുതൽ നടത്തുന്നത്. നമുക്ക് ട്രാൻസ്ഫർ പേഷ്യന്റ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ പ്രത്യേകം പഠിക്കാനുണ്ട്. എന്നാലും ഞാൻ പറയാണ്, എയർവേ എന്ന് പറയുന്ന ഒരു എന്താ പറയാ ഒരു പ്രോസസ്സിംഗ് ഉണ്ട്. ആ പ്രോസസ്സിങ്ങില് പേഷ്യന്റിനെ നമ്മൾ സ്ട്രെച്ചറിലേക്ക് എടുത്തതിന് ശേഷം ആ പേഷ്യന്റിന്റെ ബോഡി എന്താണ് മൂവ് ചെയ്യാൻ അനുവദിക്കാതെ നമ്മള് അയാളെ എന്താ പറയാ ഫ്ലെക്സിബിൾ ആയിട്ട് അയാളെ എന്താ പറയാ നിവർത്തി കിടത്തുന്ന ഒരു രീതിയാണത്. ഓക്കെ, അയാളുടെ കൈകാലുകളൊക്കെ കെട്ടിവെച്ചിട്ട് അയാളുടെ നെക്ക് അതായത് കഴുത്തിന്റെ സൈഡ്, അതുപോലെ സ്പൈനൽ കോഡിന്റെ അവിടേക്ക് എന്താണ് എന്താ പറയാ നല്ല രീതിയിൽ എന്താ പറയാ നിർത്തിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ എയർവേ ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ ചെയ്യുമ്പോൾ
ഇത് സാധാരണ ചെയ്യുന്നത് രോഗിയുടെ ട്രാൻസ്ഫർ സമയത്താണ്. ട്രാൻസ്ഫർ സമയം എന്ന് പറയുന്നത് ഒരു രോഗിയെ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് എന്ത് ചെയ്യാണ്, ഷിഫ്റ്റ് ചെയ്യുമ്പോഴാണ് ഇങ്ങനെയുള്ള ഒരു പ്രൊസീജിയർ ചെയ്യുന്നത്. കാരണം എന്തെങ്കിലും ഒരു ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു സ്റ്റേജിലായിരിക്കും രോഗി ഒരു ഹോസ്പിറ്റലിൽ നിന്ന് മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് നമ്മൾ ഷിഫ്റ്റ് ചെയ്യുക. അപ്പൊ ആ ഒരു ഹോസ്പിറ്റലിൽ നമ്മൾ എത്തുന്നത് വരെ ഇയാളുടെ ബോഡി പാർട്ടിന് എന്ത് ചെയ്യാൻ പറ്റില്ല, മൂവ് ചെയ്യാനായിട്ട് പറ്റില്ല. അതായത് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് മൂവ്മെന്റ് ഉണ്ടായി കഴിഞ്ഞാല് അയാൾക്ക് എന്തെങ്കിലും ചിലപ്പോൾ അയാൾക്ക് മരണം സംഭവിക്കുകയോ അല്ലെങ്കിൽ അയാൾ കോമ സ്റ്റേജിലാവുകയോ ചെയ്യും. അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എയർവേ പ്രൊസീജിയർ ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ ഒരിക്കലും രോഗിയുടെ ബോഡി ഇളകില്ല, മീൻസ് ചലിക്കില്ല, മൂവ്മെന്റ് ഉണ്ടാവുകയില്ല. അപ്പൊ ഇതുപോലെ തന്നെയാണ് ഇവിടെയും പറയുന്നത്. രോഗിയെ നമ്മൾ കൊണ്ടുപോകുമ്പോൾ സ്ട്രെച്ചറിലൊക്കെ നമ്മൾ കൊണ്ടുപോകില്ലേ, അപ്പോ രോഗിയുടെ ആ ഒരു ബോഡി പാർട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, അയാളുടെ ആ ബോഡി നമ്മള് അനക്കാനായിട്ട് നിൽക്കരുതെന്നാ പറയുന്നത്. അങ്ങനെ ചെയ്യാനായിട്ട് പാടില്ല. അത് നമ്മൾ സൂക്ഷിച്ചു വേണം കൈകാര്യം ചെയ്യാൻ. ഓക്കെ, നെക്സ്റ്റ്, പ്രൊട്ടക്ഷൻ ഓഫ് പേഷ്യൻസ് ഓൺ ഓപ്പറേറ്റിംഗ് ടേബിൾ വൈൽ ടേണിംഗ് ഓർ ട്രാൻസ്ഫറിംഗ്. അത് തന്നെ, അതായത് നേരത്തെ പറഞ്ഞതിന്റെ കണ്ടിന്യൂസ് ആയിട്ട് വരുന്നതാണ്. നമ്മൾ ഓപ്പറേറ്റിംഗ് ടേബിളിൽ ഈ രോഗിയെ നമ്മൾ എന്താ പറയാ, ഒരു വാർഡിലേക്കോ അല്ലെങ്കിൽ റൂമിലേക്കോ നമ്മൾ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് വളരെയധികം പ്രൊട്ടക്ഷൻ കൊടുത്തിട്ട് വേണം എന്ത് ചെയ്യാൻ, ഇയാളെ ഷിഫ്റ്റ് ചെയ്യാനായിട്ട്. ഓക്കെ, നെക്സ്റ്റ്, ഇൻഫെക്ഷൻ പ്രിവെൻഷൻ പ്രോട്ടോകോൾസ്. അതായത് ഈ രോഗിയില് ഇൻഫെക്ഷൻ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം, ഇദ്ദേഹത്തെ നല്ല രീതിയിൽ എന്ത് ചെയ്യണം, ഇൻഫെക്ഷൻ പ്രിവെൻഷൻ മെത്തേഡുകൾ ഇദ്ദേഹത്തിന് നമ്മൾ ചെയ്തിരിക്കണം. ഓക്കെ, മനസ്സിലായോ? അപ്പോ അഡ്മിനിസ്ട്രേഷൻ വിഭാഗം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഈ പറയുന്നത് കേട്ടോ. ഫസ്റ്റ്, പേഷ്യന്റ് ഐഡന്റിഫിക്കേഷൻ അവർ നടത്തിയിരിക്കണം. അതുപോലെ തന്നെ മൂവ്മെന്റ് സമയത്ത് പേഷ്യന്റ് നമ്മൾ എന്ത് ചെയ്തിരിക്കണം, ശ്രദ്ധിച്ചിരിക്കണം. 3, ഓപ്പറേഷൻ ടേബിളിൽ നിന്ന് രോഗിയെ നമ്മൾ മാറ്റുമ്പോൾ വേണ്ട രീതിയിലുള്ള പ്രൊട്ടക്ഷൻ നയങ്ങൾ നമ്മൾ സ്വീകരിച്ചിരിക്കണം. 4, ഇൻഫെക്ഷൻ പ്രിവെൻഷൻ മെത്തേഡ്സുകൾ അല്ലെങ്കിൽ പ്രോട്ടോകോൾസ് നമ്മൾ ഫോളോ ചെയ്തിരിക്കണം. ഓക്കെ, ക്ലിയർ ആയോ നിങ്ങൾക്ക്? ഓക്കെ, നെക്സ്റ്റ്, റിക്കവറി റൂം കേട്ടോ. റിക്കവറി റൂം എന്താണ്? റിക്കവറി റൂമിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. പേഷ്യന്റ് ഒബ്സർവേഷൻ ടു ബി പെർഫോംഡ് എവറി 15 minutes ആഫ്റ്റർ ദ സർജറി, ഇൻക്ലൂഡിംഗ് വൈറ്റൽ സൈൻസ്, ലെവൽ ഓഫ് കോൺഷ്യസ്നസ്, ബ്ലീഡിംഗ് എക്സെട്ര. അതായത് സർജറിക്ക് ശേഷം ഓരോ 15 മിനിറ്റ് കൂടുമ്പോഴും പേഷ്യന്റിനെ നമ്മൾ ഒബ്സർവ് ചെയ്തിരിക്കണം. ഓക്കെ, പേഷ്യന്റിന്റെ മേല് നമ്മൾ നിരീക്ഷണം നടത്തിയിരിക്കണം. ഓക്കെ, അതായത് പേഷ്യന്റിന്റെ അതിനകത്ത് വരുന്നത് ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒബ്സർവേഷനിൽ വരുന്നുണ്ട്. അത് വൈറ്റൽ സയൻസ്, ഇപ്പൊ പേഷ്യന്റിന്റെ പൾസ് റേറ്റ് നോക്കുക, BP ചെക്ക് ചെയ്യുക, ഇതൊക്കെ എന്താണ് നമ്മള് റിക്കവറി റൂമിൽ ചെന്നിട്ട് ഓരോ 15 മിനിറ്റ് കൂടുമ്പോഴും ചെയ്യേണ്ട കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ലെവൽ ഓഫ് കോൺഷ്യസ്നസ്, അതായത് പേഷ്യന്റ് എത്രത്തോളം ബോധവാനാണ്, എത്രത്തോളം എന്താ പറയാ ബോധമുണ്ട്, അയാളുടെ ആരോഗ്യനില എന്താണ്, കോൺഷ്യസ് ആയിട്ടാണോ ഉണ്ടാവേണ്ടതെന്ന് നമ്മള് ചെക്ക് ചെയ്യണം. പിന്നെ അയാൾക്ക് ബ്ലീഡിങ് ഉണ്ടാവണോ, അങ്ങനെയുള്ള കാര്യങ്ങൾ, ബ്ലീഡിങ് ഉണ്ടാവുന്നുണ്ടോ, ഇന്റേണൽ ബ്ലീഡിങ് ഉണ്ടോ അല്ലെങ്കിൽ എക്സ്റ്റേണൽ ബ്ലീഡിങ് ഉണ്ടോ എന്നൊക്കെ എന്താണ് നമ്മള് പ്രോപ്പർ ആയിട്ട് ചെക്ക് ചെയ്തിരിക്കണം. നെക്സ്റ്റ്, ഓൾ എക്യുപ്മെന്റ് ഷുഡ് ബി റെഡി ഓൺ ഡിമാൻഡ്. അതുപോലെ തന്നെ എല്ലാ എക്യുപ്മെന്റുകളും പേഷ്യന്റിനെ ശുശ്രൂഷിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സജ്ജീകരിച്ചിരിക്കണം. ഓക്കെ, ഒന്നിന്റെയും കുറവുണ്ടാവാനായിട്ട് പാടില്ല. ഏത് എക്യുപ്മെന്റ് ആണോ പേഷ്യന്റിന് വേണ്ടത് അതപ്പം തന്നെ എന്താണ് റെഡി ആയിട്ട് ഉണ്ടാകണം. നെക്സ്റ്റ്, റെസ്ട്രിക്ഷൻ ഓൺ വിസിറ്റേഴ്സ് ടു പ്രിവെന്റ് ഇൻഫെക്ഷൻ. അതുപോലെ തന്നെ നമ്മള് വിസിറ്റേഴ്സിനെ റെസ്ട്രിക്ട് ചെയ്തിരിക്കണം. എന്തിനു വേണ്ടിയിട്ടാണ്? ഇൻഫെക്ഷൻ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അതായത് രോഗികളുടെ റിലേറ്റീവ്സിനൊന്നും എന്ത് ചെയ്യരുത്, നമ്മള് കൂടുതലായിട്ട് രോഗിയെ കാണാനായിട്ട് അനുവദിക്കരുത്. ഇത് രോഗിയില് ഇൻഫെക്ഷൻ ഉണ്ടാകാനുള്ള സാധ്യത കൂട്ടുമെന്നാണ് പറയുന്നത്. ഓക്കെ, ഇത്രയും വരെ ഞാനിന്ന് എടുക്കുന്നുള്ളൂ കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഞാൻ മൈക്ക് ഓൺ ചെയ്യാം കേട്ടോ. ഓക്കെ, ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആവയോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇതിനകത്ത്? ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതില്
സിമ്പിൾ ആണ്, പെട്ടെന്ന് മനസ്സിലാവും കേട്ടോ വായിച്ചു കഴിഞ്ഞാല്. അങ്ങനത്തെ ടൈപ്സ് ഓഫ് വോട്ടിംഗ് ആണ് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കാനുള്ളത്. ഓക്കെ, എത്ര തരത്തിൽ വോട്ടിംഗ് ഉണ്ട്, അതുപോലെ തന്നെ എന്തൊക്കെയാണ് അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് നോക്കണം. അതുപോലെ തന്നെ റിക്കവറി റൂമില് എന്താണ് നമ്മൾ ചെയ്യുന്നത്? ഇപ്പോ ഓരോ 15 മിനിറ്റ് കൂടുമ്പോഴും റിക്കവറി റൂമിൽ നമ്മൾ രോഗിയെ ഒബ്സർവ് ചെയ്യാണല്ലോ ചെയ്യുന്നത്. അപ്പൊ ആ ഒരു മിനിറ്റ്സിന്റെ എത്ര മിനിറ്റ് ആണെന്ന് എന്ത് ചെയ്യാറുണ്ട്, ഇടയ്ക്ക് ചോദിക്കാറുണ്ട്, എക്സാമിന് മെൻഷൻ ചെയ്യാറുണ്ട് കേട്ടോ. അതും ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അപ്പൊ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യാ, വായിച്ച് മനസ്സിലാക്കിയാൽ മതി കേട്ടോ. ഇനി ഡൗട്ടും കാര്യങ്ങളും ചോദിക്കാം കേട്ടോ. എന്ന് പറഞ്ഞാൽ നമ്മള് അതായത് ഓപ്പറേഷൻ രോഗിയെ എന്ത് ചെയ്തില്ല, നമ്മൾ നേരിട്ട് രോഗിയെ വാർഡിലേക്കോ റൂമിലേക്കോ ഷിഫ്റ്റ് ചെയ്യില്ല. കാരണം എന്താ, കുറച്ചു നേരം അയാളെ നമ്മൾ ഒബ്സർവ് ചെയ്യാം അല്ലെ. അതിന് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ടുള്ള ഒരു റൂം ഉണ്ട്, അതിനെയാണ് നമ്മൾ റിക്കവറി റൂം എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയോ റംസിയ? ഫിഫ്ത്ത് പോയിന്റ്, മോഡുലാർ OTയില് 7th പോയിന്റ് ഇല്ലേ, അതില് മീൻസ് ചെയ്യുന്നത് കെട്ടുറപ്പിന് വേണ്ടി അഫക്റ്റ് ചെയ്യാത്ത ഹാർഡ് സ്ട്രക്ചർ ആയിരിക്കണം എന്ന് പറയുന്നില്ലേ? ഒരു മിനിറ്റ് കേട്ടോ. ഫിഫ്ത്ത് പോയിന്റ്, നമ്മള് ഈ ഒരു ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറയുന്നത് എയർ കണ്ടീഷൻ ചെയ്തിരിക്കണം, കൂടാതെ പ്രോപ്പർ ആയിട്ട് വെന്റിലേഷൻ ഉണ്ടാവണം. വെന്റിലേഷൻ ഇല്ല എങ്കിലുള്ള പ്രശ്നം എന്ന് വെച്ചാല് നമ്മൾക്ക് ബാഡ് സ്മെല്ലൊക്കെ പുറത്തുനിന്ന് വരുമ്പോ അത് ബുദ്ധിമുട്ടാണ് ഓപ്പറേഷൻ തിയേറ്ററിൽ വന്നു കഴിഞ്ഞാൽ. അത് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എയർ കണ്ടീഷൻ ചെയ്തിരിക്കണം, വെന്റിലേഷൻ ചെയ്യണം എന്നിവിടെ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഓക്കെ, ചോദിച്ചോളൂ. ഐഷത്തുൽ ഫൈറൂസ് ചോദിച്ചോളൂ കേട്ടോ. ഓക്കെ മാം, മോഡുലാർ OT അതില് 7th പോയിന്റ് ഇല്ലേ, മാം പറഞ്ഞ കെട്ടുറപ്പിന് അഫക്റ്റ് ചെയ്യാത്ത ഹാർഡ് സ്ട്രക്ചർ ആയിരിക്കണം എന്ന് പറഞ്ഞില്ലേ? സ്ട്രോങ് ആയിരിക്കണം, അതുപോലെ തന്നെ എല്ലാ തരത്തിലുള്ള സൗകര്യങ്ങളും നമുക്ക് എന്ത് ചെയ്തിരിക്കണം, സ്ട്രോങ് ആയിരിക്കണം, ഓപ്പണിംഗ് ആയിരിക്കണം, എല്ലാ തരം കാര്യങ്ങളും ഇൻസ്റ്റാൾ ചെയ്യത്തക്ക രീതിയിലായിരിക്കണം ആ ഒരു OTയുടെ സജ്ജീകരണം എന്ന് പറയുന്നത് കേട്ടോ. അത്രേ ഉള്ളൂ. ഓക്കെ മാം. ജോയിൻലെസ്സുകൾ എന്ന് പറഞ്ഞാലേ അതായത് എക്സ്പാൻഡഡ് ആയിട്ടുള്ള, നമ്മള് OT എന്ന് പറയുമ്പോ എന്താണ്, നമ്മൾക്കറിയാലോ വിശാലമായിട്ടുള്ള ഒരു റൂമാണ് ഉണ്ടാവുക. ഓക്കെ, അപ്പോ ഇപ്പൊ ഒരു ഓപ്പറേഷൻ തിയേറ്റർ, ഒരു ഓപ്പറേഷൻ റൂം എന്ന് വിചാരിക്കുക, അതിന്റെ മുകളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, വേറൊരു എക്സ്പാൻഡ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കില്ല, വേറൊരു കാര്യങ്ങൾ നമുക്ക് ഘടിപ്പിക്കാനായിട്ട് സാധിക്കില്ല. അതാണ് ജോയിൻലെസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വലിയ കാര്യമൊന്നുമില്ല കേട്ടോ അതിനകത്ത്. ഓക്കെ, ജോയിൻലെസ് മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി, അതൊന്നും ആ ഒരു വേർഡ് ആണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. സ്റ്റീൽ സ്ട്രക്ചർ ആയിരിക്കണം, അതുപോലെ ജോയിൻലെസ് ആയിരിക്കണം, സ്റ്റെറൈൽ കോട്ടിംഗ് ആയിരിക്കണം, ഹൈ ക്വാളിറ്റി ഫിനിഷ് ആയിരിക്കണം. 4 പോയിന്റ്സ് വരുന്നുണ്ട് അതിനകത്ത് കേട്ടോ. ഓക്കെ ഓക്കെ മാം, ഒരു ഡൗട്ട് ഉണ്ട്. ആ, ഈ ഹൈബ്രിഡ് OTയില് ഒരു ഡിവൈസ് പറയുന്നില്ലേ, ലൈക്ക് C-arms, അതെന്താ സംഭവം? ലൈക്ക് C-arms അതാ ഏതാണ് ഉദ്ദേശിക്കുന്നത് അതിനകത്ത്? ഹൈബ്രിഡ് OTയില് ഡിവൈസ് ലൈക്ക് C-arms. CT സ്കാന്, MRI സ്കാൻ പോലുള്ള ഡിവൈസസ് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. ആംസ് എന്ന് പറയുന്നതാണ് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന്. അതെന്ത് സ്പെല്ലിംഗ് എറർ ആണ്, അല്ലെങ്കിൽ ഞാനത് നോക്കിയിട്ട് അടുത്ത ക്ലാസ്സിൽ പറഞ്ഞുതരാം കേട്ടോ എന്താണെന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇത് മനസ്സിലായല്ലോ നിങ്ങൾക്ക്? CT സ്കാൻ അതുപോലെ MRI പോലുള്ള സൗകര്യങ്ങൾ നമുക്ക് ഹൈബ്രിഡ് OTയിൽ ഉണ്ടാകും. ഓക്കെ, ഇപ്പൊ പേഷ്യന്റിന് പെട്ടെന്ന് തന്നെ ഒരു MRI എടുക്കണം എന്ന് പറഞ്ഞാൽ നമുക്ക് പുറത്തേക്ക് പോകണ്ട, ഹോസ്പിറ്റലിൽ വേറെ ഏരിയക്ക് നമുക്ക് പോകണ്ട, ഈ ഒരു ഓപ്പറേഷൻ തിയേറ്ററിൽ തന്നെ ഇതിനുള്ള സൗകര്യങ്ങൾ നമുക്ക് ഉണ്ടാവും. അത് മനസ്സിലായില്ലേ ശിഖ? യെസ് മാം, മനസ്സിലായി. ഓക്കെ, ഡെഫിഷ്യൻസിയിലെ 5th പോയിന്റ് വരുന്നത് ലാമിനാർ ഫ്ലോ ആൻഡ് മാൻഡേറ്ററി. അതായത്
നല്ല രീതിയിലുള്ള ലൈറ്റിനിങ് സംവിധാനങ്ങളും ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ എയർ പാസ് ചെയ്യാൻ, അതായത് വായു സഞ്ചാരം ഉള്ള റൂം ആയിരിക്കണം എന്ത് ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറയും. അതാണ് 5th പോയിന്റ് കേട്ടോ. ഓക്കെ, അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ കേട്ടോ. നന്നായിട്ട് വായിച്ചു നോക്കാം. വായിച്ചു നോക്കിയാൽ എന്തായാലും മനസ്സിലാവും കേട്ടോ. ഓക്കെ, സി ആംസ് അഡ്വാൻസ്ഡ് എക്സ്റേ ആണ് കേട്ടോ. അവിടെ ഒരു കുട്ടി കമന്റ് ചെയ്തിട്ടുണ്ട്, താങ്ക് യു കേട്ടോ. സി ആംസ് എന്ന് പറഞ്ഞാല് അഡ്വാൻസ്ഡ്, അതിന്റെ ഒരു ആംസ് എന്ന് മാത്രമേ ഞാൻ കാണുന്നുള്ളൂ, അതുകൊണ്ടാണ് ക്ലിയർ ആവാന് കേട്ടോ. സി ആംസ് അഡ്വാൻസ്ഡ്. അപ്പൊ നിങ്ങൾ നോക്കിയേ, അഡ്വാൻസ്ഡ് എക്സ്റേ, CT സ്കാൻ, MRI പോലുള്ള സജ്ജീകരണങ്ങള് നമുക്ക് എവിടെ കാണാനായിട്ട് സാധിക്കും? എവിടെയാ കാണുന്നേ? ഹൈബ്രിഡ് OTയിൽ കാണാനായിട്ട് സാധിക്കും. ഓക്കെ, എമർജൻസി എക്യുപ്മെന്റ്സ്, അതായത് കാർഡിയാക് ട്രോളി, നമ്മുടെ ഹാർട്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഉപകരണങ്ങള് ഉള്ള ഒരു ട്രോളിയാണെന്ത് കാർഡിയാക് ട്രോളി എന്ന് പറയുന്നത്. അതിനകത്ത് ഡെഫിബ്രിലേറ്റർ ഉണ്ടാകും. ഡെഫിബ്രിലേറ്റർ എന്താണെന്ന് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മൂവിയുടെ കാര്യവും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ ആ ഒരു ഡെഫിബ്രിലേറ്റർ എവിടെ ഉണ്ടാകും? ഈ ഒരു കാർഡിയാക് ട്രോളിയില് ഉണ്ടാകും എന്നാണ് പറയുന്നത്. ഇതൊരു എമർജൻസി എക്യുപ്മെന്റാ, എങ്ങോട്ടുള്ള? ഓപ്പറേഷൻ തിയേറ്ററിലേക്കുള്ള കേട്ടോ. ഓക്കെ, ഇനി എന്തെങ്കിലും ഉണ്ടോ ഡൗട്ട്? മനസ്സിലായെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പൊ വൈൻഡപ്പ് ചെയ്യാലോ നമുക്ക്. ഓക്കെ, താങ്ക് യു കേട്ടോ. എല്ലാവരും വായിച്ചു നോക്കുക കേട്ടോ. കുറച്ചും കൂടി എടുക്കാനുണ്ട് അതിനകത്ത്. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം. നന്നായിട്ട് വായിക്കുക കേട്ടോ. ഓക്കെ, താങ്ക് യു മാം.